الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين برضا الله أما بعد. ആദരണീയരായ ഉസ്താദന്മാർ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC-യുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അല്ലാഹു തആല ഞാൻ പറയുന്നതും കേൾക്കുന്നതും ചൊല്ലുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതൊക്കെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവന് പൊരുത്തപ്പെട്ടത് പറയാനും കേൾക്കാനും പ്രചരിപ്പിക്കുവാനും അതിന്റെ വാക്താക്കളായി ജീവിക്കുവാനും ഭാഗ്യം കിട്ടിയ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. അല്ലാഹുവേ, ജോലിയില്ലാതെ ഉള്ള ജോലി തകരാറ് വന്ന് പല ജാതി വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ഒരുപാട് ഫാമിലികൾ, കുടുംബമിത്രാദികൾ ഈ ക്ലാസ് റൂമിനെ സഹായിക്കുന്നവരുടെയും ശ്രോതാക്കളുടെയും കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും ഖൈറായ അവസ്ഥയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വെള്ളമില്ലാതെ മഴ കുറഞ്ഞ കാരണത്താൽ ഇപ്പോൾ തന്നെ വർഷക്കാലം എന്ന് പറയുന്ന കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിന് നെട്ടോട്ടം ഓടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളും എത്തിക്കഴിഞ്ഞു. അല്ലാഹുവേ, ഖൈറായ മഴ ഞങ്ങൾക്ക് നീ പെയ്യിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ എന്ത് തെറ്റ് കാരണമാണ് നിന്റെ റഹ്മത്താകുന്ന മഴയെ നീ തടഞ്ഞു നിർത്തിയിട്ടുള്ളതെങ്കിൽ ആ തെറ്റിൽ നിന്ന് പിന്മാറി ഖൈറിന്റെ അഹ്ലുകാരുടെ ബറക്കത്ത് കൊണ്ട് മൃഗങ്ങളുടെ മുൻനിർത്തി അല്ലാഹുവേ, ആ മിണ്ടാ പ്രാണികളാകുന്ന ജീവികളെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാഹ് ഞങ്ങൾക്ക് ഖൈറായ മഴ നീ പെയ്യിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലും പ്രകാശത്തിലുമാക്കണേ അല്ലാഹ്. ഇരു ലോകത്തും സന്തോഷത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, ഫറളായ നിസ്കാരത്തിലെ നിയ്യത്ത്, അതിൽ നിർബന്ധമായത് ഇന്നതൊക്കെ, അതിൽ സുന്നത്തായത് ഇന്നതൊക്കെ എന്ന് നമ്മൾ പറഞ്ഞു. ആ സുന്നത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ നിസ്കാരത്തിന് കുഴപ്പമില്ല. ആ വിഷയത്തിൽ പല സാധാരണക്കാർക്കും ഉള്ള ഒരു വലിയ ഒരു ഇഷ്കാലി അദാഉം ഖളാഉമാണെന്ന് പല സ്ഥലങ്ങളിൽ നിന്നും പല സാധാരണക്കാരുടെ ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലായി. അതും നമ്മൾ വ്യക്തമായി പറഞ്ഞു. ഓർമ്മയില്ലാതെ അദാവും ഖളാവും തമ്മിൽ പ്രയച്ചു എന്നതിന്റെ പേരിൽ നിസ്കാരത്തിന് കുഴപ്പമില്ല. അത് മനഃപൂർവം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിസ്കാരം ബാത്തിലാവുകയുള്ളൂ. സമയം ഖളാ ആയി എന്ന് വിചാരിച്ച് നമ്മൾ ഖളാ എന്ന് കരുതി, പക്ഷേ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ നിസ്കാരം ഖളാ ആയിട്ടില്ല, അദാ ആയിരുന്നു. അല്ലെങ്കിൽ അദാ ആണെന്ന് കരുതി, നമ്മൾ അദാ ആണെന്ന് കരുതി നിസ്കരിച്ചു, പക്ഷെ നിസ്കാരം കഴിഞ്ഞപ്പോ അത് ഖളാ ആയിരുന്നു. അതുകൊണ്ടൊന്നും നിസ്കാരത്തിന് കുഴപ്പമില്ല എന്ന് പല സാധാരണക്കാരും ചോദിച്ചപ്പോ അതും വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുൻ ക്ലാസ് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ക്ലാസ്സിലേക്ക് പ്രവേശനം എന്ന നിലക്ക് പറഞ്ഞതാണ്. ഇനി സുന്നത്ത് നിസ്കാരമാണ്. ഇന്ന് രാവിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാനൊരു സന്തോഷത്തിന് പറയാം. നമ്മളെ അബൂശംബിയില് എപ്പോഴും നമ്മളെ ക്ലാസ് റൂമിൽ ഉണ്ടാവുന്ന ഒരു ഐഡിയയാണ്. അല്ലാഹു ആഫിയത്തുള്ള ആയുസ് നൽകട്ടെ. ആ ക്ലാസ് കഴിഞ്ഞേക്കന്നെ അബൂശംബിയിൽ വിളിച്ചു, ഉസ്താദെ, അറിയാത്തത് കൊണ്ടാട്ടോ ചെയ്യാത്തത്, ചെയ്യാൻ മതിണ്ടായിട്ടല്ല. അതൊരു സത്യമാണ്. നല്ലൊരു വിഭാഗം സാധാരണക്കാർക്ക് മസ്അലകൾ അറിയാത്തതിന്റെ പേരിലാണ് പലവരും അമല് ചെയ്യാത്തത്. ഇന്ന രൂപത്തിൽ ഇന്നത് ചെയ്താൽ അതുകൊണ്ട് ഉപകാരം ഉണ്ട്, അതിനാർക്കും മതിയില്ല. അതാ ഞാൻ രാവിലെ പറഞ്ഞൊരു കാരണം, മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഒളുണ്ടാക്കി കൊടുക്കൽ സുന്നത്താണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ആ മയ്യത്തിന് ഒളുണ്ടാക്കി കൊടുത്താൽ അതിന്റെ ശേഷം ദുആ, ഒളുഇന്റെ ശേഷമുള്ള ദുആ ഒളുണ്ടാക്കി കൊടുത്തവൻ കൊണ്ടുവരണം. അത് പലപ്പോഴും സാധാരണ മയ്യത്ത് കുളിപ്പിക്കുന്ന സാധാരണക്കാർക്ക് അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ പല സാധാരണക്കാരും പറയും, സാർ അറിയാത്തതുകൊണ്ട് അത്ര ചെയ്യാത്തല്ല, അത് ചെയ്യാൻ അത്ര വലിയ പ്രയാസം ഉണ്ടായിട്ടല്ല. ഏതായിരുന്നാലും ആ നിലക്ക് സുന്നത്ത് നിസ്കാരങ്ങളുടെ നിയ്യത്ത് ഞാൻ രാവിലെ ഉണർത്തിയതുപോലെ എല്ലാ സുന്നത്തും വെവ്വാറെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല.
സമയം കിട്ടൂല. പക്ഷെ ഒരു നീയത്തിലൂടെ ഒരു നീയത്തിലൂടെ നമുക്ക് മറ്റൊരു സുന്നത്തിങ്ങട്ട് കിട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. എപ്പോഴും പറയുന്ന ഉദാഹരണം, താടി കത്തുമ്പോ വീതി കത്തിക്കുക, നല്ലൊരു ഉദാഹരണമാണ്. താടിയാണ് കത്തുന്നത്, എന്നാ കൂട്ടത്തിൽ വീടിമ്പാടാണ് കത്തിച്ച ആ ഒരു സമയം ലാഭാണല്ലപ്പത്. ഇപ്പൊ എന്ന മാതിരി നമ്മൾ ഈ നീയത്തേറ്റ് കുറെ അമലുകൾ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതിൽ പെട്ടതാണ് രാവിലെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. ആത്മീയമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുമ്പോൾ അതൊരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന നിലയ്ക്ക് ഞാനൊന്ന് ഉണർത്തുകയാണ്. നമ്മളൊക്കെ സുബഹിസ്കാരം സുബഹിക്ക് എഴുന്നേറ്റാൽ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ബ്രഷ് ചെയ്യാത്ത ഒരാളില്ല. ഉച്ചന്റെ ശേഷം ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേൽക്കുക, നമ്മളപ്പോ ബ്രഷ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ യാദൃശികമായി രാവിലെ ഒന്ന് ഉറങ്ങും, നമ്മൾ എഴുന്നേറ്റാൽ നമ്മുടെ പരിപാടി ഉടനെ ബ്രഷ് ചെയ്യണം അല്ലേ? ഏതും അതിപ്പോ ജാതി മത ഭേദമന്യേ ഉറക്കത്തിന് എഴുന്നേറ്റാൽ ഒരു ബ്രഷ് ചെയ്യുക, അത് എല്ലാവരും ചെയ്യുന്നതാ. അതിപ്പോ മുസ്ലിമും അമുസ്ലിമും ഒന്നും ഇപ്പൊ ആരും ചിന്തിക്കണില്ല. പക്ഷെ മുസ്ലിമീങ്ങളായ നമുക്ക് ഉറക്കം കാരണം വായ വൃത്തികേടായാൽ അവിടെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. പക്ഷെ നമ്മളാ മിസ്വാക്ക് ചെയ്യുമ്പോ മനസ്സിലൊരു കരുത്ത്, ഞാൻ മിസ്വാക്ക് എന്ന സുന്നത്തിനെ വീട്ടലിനെ കരുതി. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ലൊരു 90% എന്ന് പറഞ്ഞാൽ അത് തെറ്റാവൂന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്നാ തെറ്റാവൂലെന്ന് എനിക്ക് തോന്നുന്നു. മുൻകൈയൊക്കെ കഴുകുമ്പോ ഒളുവിന്റെ സുന്നത്തിനെ വീട്ടലിനെ ഞാൻ കരുതിന്ന് നീയത്ത് വെക്കുന്നോല് വളരെ കമ്മിയാണ്. മുഖം കഴുകുമ്പോ എല്ലാവരും നീയത്ത് വെക്കും. മുഖം കഴുകുമ്പോ അത് നിർബന്ധമാണ്, ഒളു സഹിയാവൂലാന്ന് എല്ലാവർക്കും നമുക്കറിയാം. പക്ഷെ ഈ മുൻകൈ കഴുകുമ്പോ ഒളുവിന്റെ സുന്നത്തിനെ വീട്ടലിനെ ഞാൻ കരുതി. ഒളുവിന്റെ സുന്നത്തുകൾ ചെയ്യുമ്പോ ആ സുന്നത്തിനെ വീട്ടലിനെ ഞാൻ കരുതി നീയത്ത് വെക്കണല്ലോ. അപ്പൊ ചിലപ്പോ ആ സുന്നത്തിന്റെ കൂലിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മളുടെ അശ്രദ്ധതയാണ്. അള്ളാഹു തആല അശ്രദ്ധതകളൊക്കെ ഇങ്ങനെ പല സാധാരണക്കാർക്ക് ഒഴിവായി കൊണ്ടിരിക്കുന്നു. കൂടുതൽ അശ്രദ്ധകളിൽ നിന്ന് ഒഴിവായി ശ്രദ്ധയോട് കൂടെ അമല് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് നിയ്യത്തിനെ കുറിച്ച് 1-2 ദിവസം കൂടി, ഒരു 2 ക്ലാസും കൂടി ആവശ്യമാണ്. അതെന്തിനാ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ നിസ്കാരങ്ങൾ തിരിച്ചു പിടിക്കാണ്ട്. അതിനപ്പോ ഞാൻ ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് ഒന്നുകൂടി സാധാരണക്കാരുടെ ഇഷ്കാലൊക്കെ തീരുന്ന രൂപത്തിൽ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിസ്കാരങ്ങൾ നമുക്ക് എല്ലാ നിലക്കും മഹാന്മാരൊക്കെ അംഗീകരിച്ച അഭിപ്രായ വ്യത്യാസമില്ലാത്ത എത്രയോ സുന്നത്തുകൾ. ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. സലാത്തുൽ അവ്വാബി ആലോചിച്ച് നോക്കി, എത്ര ആളുണ്ട് സലാത്തുൽ അവ്വാബി നിസ്കരിക്കണോല്? ഇശാമഗ്രിബിന്റെ ഇടയിലുള്ള സലാത്തുൽ അവ്വാബി ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞപ്പോ 2-3 ദിവസം മുന്നേ ആരോ സലാത്തുൽ അവ്വാബിന്റെ ആ ക്ലാസ് മുന്നത്തെ ഒരു ക്ലാസ് കേട്ടതാ. അപ്പൊ നമ്മൾ ഗൾഫുകാർക്കൊക്കെ അത് ഉപകാരം ചെയ്യുക മസല. ഇപ്പൊ ഒരാൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോരുകയാണ്, അപ്പോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ, അപ്പോ ഇശാമഗ്രിബ് മുന്തിച്ച് എമ്മാക്കി നിസ്കരിക്കാൻ. അപ്പൊ 1-2 ആൾക്കാർ ചോദിച്ചു, അപ്പൊ എപ്പോഴാ സലാത്തുൽ അവ്വാബി നിസ്കരിക്കുക? ഇവിടെ നമുക്ക് പ്രശ്നം വരുന്നത്, ഇവിടെ നമുക്ക് മസ്അല അറിയാതിരിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രശ്നമാണത്. കാരണം നമുക്ക് എന്താ അറിയുള്ളൂ? സാധാരണക്കാർക്ക് മസ്അല എന്താ അറിയുള്ളൂ? സലാത്തുൽ അവ്വാബി നിസ്കരിക്കേണ്ടത് മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷമാണ്. ഇതറിയുന്ന പല സാധാരണക്കാരുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന്റെ, ഞാൻ നിയ്യത്തുമായി ഒരു ബന്ധമുള്ള ഒരു മസ്അലയാണിത്, ഒരു ചെറിയ ഖിലാഫുള്ളൊരു മസ്അലയാണ് സലാത്തുൽ അവ്വാബിന്റെ നിയ്യത്തിൽ. അപ്പൊ അതുകൂടി ഒന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്താനാണ്. മാഷാ അല്ലാഹ്, ഞാൻ പറഞ്ഞതാട്ടോ. സാദിഖലി സിദ്ദീഖലി അദ്ദേഹം വിളിച്ചിരുന്നു. ഞാൻ രാവിലെ മൗലിദിന്റെ നേരത്തെ മൈക്കെടുത്തപ്പോ ഞാൻ മറന്നു. എന്നാലും അൽഹംദുലില്ലാഹ് അൻവരി ഉസ്താദ് ദുആയിന് സിദ്ദീഖലി ഒരു ചെറിയ വിഷമത്തിലാണ്. വിഷമം എനിക്കറിയാം, അത് ക്ലാസ് റൂമിൽ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കുടുംബപരമായ ഒരു ചെറിയ വിഷമത്തിലാണ്. പെട്ടെന്ന് നാട്ടിൽ വരേണ്ടതുണ്ട്. 3 മാസമായി ഒന്ന് പോയിട്ട് പെട്ടെന്ന് നാട്ടിലെത്തി ആ വിഷയത്തിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ലീവ് കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ലീവ് അനുവദിച്ച് നാട്ടിൽ പോയി
ആ പ്രശ്നം റാഹത്തായി പരിഹരിച്ച് തിരിച്ചു വരാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒഴിവുള്ള സമയത്തൊക്കെയും നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു വ്യക്തിയാണ് സിദ്ദീഖ് അലി. വെട്ടിച്ചിറ ഭാഗത്താണ് വീട്. അല്ലാഹു തആല ലീവ് കിട്ടി നാട്ടിലെത്തി അദ്ദേഹം ഉദ്ദേശിച്ച ആ വിഷയം ഭംഗിയായി സന്തോഷത്തോടു കൂടെ നടന്ന് ആ ഉദ്ദേശിച്ച രൂപത്തിൽ റാഹത്തായി മുന്നോട്ട് പോവാനുള്ള തൗഫീഖ് അല്ലാഹു തആല മാഷാ അല്ലാഹ് ലീവ് കിട്ടിനാണ് ദ്വാരക്കാനൊക്കെ പറയും. അല്ലാഹു തആല ലീവ് കിട്ടിനാണ് പറയുന്നത്. നാട്ടിലെത്തി അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് ആ ഉദ്ദേശിച്ച രൂപത്തിൽ ഹൈറായ നിലക്ക് ആ കാര്യം ഒക്കെ തീരുമാനത്തിലെത്തി തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. കാരണം പോലും ക്ലാസ് റൂമിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ദ്വാരിക്കണം. അതൊക്കെ ഇനി തീരുമാനിച്ചിരിക്കണം. എപ്പോഴെങ്കിലും വരും നോക്കിയാൽ എപ്പോഴും ഉള്ളവർക്ക് പ്രത്യേക ദ്വാ നടക്കണം. രാവിലെ തന്നെ ക്ലാസ് റൂമിൽ എത്തുന്നവർക്ക് അതിരാവിലെ സ്വർഗത്തിലെത്താൻ വേണ്ടി നമ്മൾ വായിക്കണം. ശരി, എപ്പോഴെങ്കിലും ഒന്ന് വരിക പോവുക, 4 പൂവിട്ട് പോവുക, അവിടെ വായിക്കല്ല. മെനക്കത് നോക്ക് അതിനനുസരിച്ച് ദുആ കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ രാവിലെ തന്നെ KMIC-യിൽ ഐദത്ത് സജീവമാകുന്നവർക്ക് പ്രത്യേകമായി അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എന്തെങ്കിലും ഉദ്ദേശപ്രകാരം ഇപ്പൊ PK മദനി എന്ന് വന്നതാ, ഏതോ കാലത്ത് വന്നതാ. മായൻകുട്ടിയെ PK മദനി ഏതോ കാലത്ത് വന്നതാ, കുറെ കാലമായിട്ട് കണ്ടിട്ടന്നില്ല. ഏതായാലും അള്ളാഹു തആല പിന്നെ ആർക്കും പറയാൻ പറ്റിയൊരു അടവാണ്. നെറ്റ് കിട്ടിയില്ലാണ്. ആരിപ്പോ പോയി നോക്കൂലല്ലോ. എന്റെ ഉസ്താദ് ഇന്ന് ക്ലാസ് റൂമിൽ കയറിയില്ല, നെറ്റ് കിട്ടിയില്ല. ആർക്കിപ്പോ ഷഹീർ ഇപ്പൊ വിസ എത്തുങ്ങാണ്ട് കൈപ്പത്ത് വന്ന് നോക്കുമോ നെറ്റ് കിട്ടുമെന്ന്. അതൊക്കെ ഒരു ഐഡിയ. എന്താവട്ടെ, അള്ളാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് നുണ പറയിപ്പിക്കുന്ന സാധനമാണ് നമ്മുടെ മൊബൈൽ അല്ലേ. എന്ത് പറഞ്ഞാലും നുണ കഴിച്ചിലാൻ പറ്റിയ സാധനം. എവിടെത്തി? അവനാകെ കോട്ടൊക്കെ എത്തി. ഞാൻ വളാഞ്ചേരി കഴിഞ്ഞു, ഇതാ ഒരു 2 മിനിറ്റ് ഇപ്പൊ എത്തും. എവിടെ 4 കോട്ടൊക്കെ എത്തിയിട്ടുള്ളൂ. ജോമ്പാന്യത വളാഞ്ചേരി കഴിഞ്ഞു എന്നാണ്. അല്ലാഹു തആല നല്ലതുപോലെ പറയാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകൾ നിയ്യത്തിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സലാത്തുൽ അവ്വാബി, അതേതായാലും ഗൾഫുകാരാണല്ലോ, നിസ്കരിക്കുന്ന സഹോദര സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ചെയ്യും. അപ്പൊ ഒരാൾ യശനും മഗ്രിബി നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് സലാത്തുൽ അവ്വാബി നിസ്കരിക്കേണ്ടത്. പിന്നെ അതിന്റെ നിയ്യത്തിന്റെ ഒരു വിഷയമുണ്ട്. അത് സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ ഞാൻ പറയും. അപ്പൊ ആ മുന്തിച്ചു ജമ്മാക്കി നിസ്കരിക്കുമ്പോ പിന്നെ യശാ നിസ്കരിക്കണല്ലോ. അപ്പൊ പിന്നെ സലാത്തുൽ അവ്വാബീനെ എപ്പോഴാണ് നിസ്കരിക്കാൻ? അത് യശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ്. മഗ്രിബിയും യശയും ഒരാള് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നുവെങ്കിൽ, മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുമ്പോ അതിന്റെ ഇടയിൽ എന്താണ്? മുവാലാത്ത് ഷർട്ടാണ്. അതായത് തുടർച്ചയായി ചെയ്യും. മഗ്രിബി യശയും നിസ്കരിക്കുമ്പോ മഗ്രിബി നിസ്കാരം കഴിഞ്ഞ് വല്ലാതെ സമയം വൈകുന്നതിന് മുമ്പ്, അതായത് ഏറ്റവും ചുരുങ്ങിയ നിലക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കൊണ്ട് വിട്ടുപിരിയാതെ അടുത്ത നിസ്കാരം നിസ്കരിക്കണം മുന്തിച്ച് ജമ്മാക്കുമ്പോ. അപ്പൊ അങ്ങനെ അങ്ങനെ മുന്തിച്ച് ജമ്മാക്കും നിസ്കരിക്കുന്ന ഒരാളാണ് സലാത്തുൽ അവ്വാബി നിസ്കാരം പതിവുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞേക്ക് യശാ നിസ്കരിക്കുക. യശാ നിസ്കാരം കഴിഞ്ഞേക്ക് പിന്നെന്ത് ചെയ്യുക? സലാത്തുൽ അവ്വാബി നിസ്കരിക്കുക. അങ്ങനെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാൻ, ജംആക്കിന് നമ്മുടെ നിയ്യത്തുമായി ബന്ധപ്പെട്ട മസലല്ല, എന്നാലും അതൊക്കെ ഒന്ന് വെച്ചു വെച്ചാല് ആർക്കെങ്കിലും ഉപകരിക്കും. നമ്മൾ ഈ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുമ്പോ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും സുബ്ഹാനല്ലി അൽഹംദുലില്ലക്കും പറഞ്ഞല്ലോ. അതെങ്ങനെ ചെയ്യാ? മഗ്രിബി യശ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുക. അപ്പൊ മഗ്രിബി നിസ്കാരം കഴിഞ്ഞിട്ട് യശ നിസ്കരിക്കുക. 2 നിസ്കാരം കഴിഞ്ഞിട്ട് 66 പ്രാവശ്യം സുബ്ഹാനല്ലി അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ചെയ്യാം. കാരണം ഓരോ നിസ്കാരത്തിന്റെ ശേഷം 33 പ്രാവശ്യമാണ്. അപ്പൊ 2 നിസ്കാരവും കഴിഞ്ഞിട്ട് 66 പ്രാവശ്യം ചെല്ലുക. അങ്ങനെയാണ് അവിടുത്തെ വരിക. അപ്പൊ ഏതായാലും സലാത്തുൽ അവ്വാബി സംഗതി പലപ്പോഴും നമ്മളൊക്കെയും നിസ്കരിക്കാതെ പോകുന്ന ചില നിസ്കാരങ്ങളാണ്. ഞാൻ ഒന്നും കൂടി പറയുന്നത്, എത്രയോ മഹത്തായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. പലപ്പോഴും അതിന്റെ മഹത്വങ്ങൾ അറിയാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു നിയ്യത്തിലൂടെ അത് കരസ്ഥമാക്കാൻ സാധിക്കും, അതൊക്കെ അറിയാത്തതിന്റെ പേരിൽ അത്തരം നിസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെടാറുണ്ട്. പിന്നെപ്പോ സുന്നത്ത് നിസ്കാരങ്ങള്
നഷ്ടപ്പെടുന്നവരോടാണ് ഇപ്പൊ നമ്മളെ വയല്. തീരെ നിസ്കരിക്കാത്ത മനുഷ്യന്മാരോടല്ലല്ലോ, ഫർളന്നെ നിസ്കരിക്കാത്തവരോട്. അൽഹംദുലില്ലാ, എത്ര ഉപകാരം. എത്ര സഹോദരിമാര് വിളിക്കാൻ തുടങ്ങിയിട്ടാ, എനിക്കല്ല ചെപ്പന്റെ ഭാര്യക്ക് വരെ. കാരണം നമ്മളെ നിസ്കാരത്തിന്റെ ഓരോ ഗൗരവങ്ങൾ കേട്ട് കോളേജിൽ പോകുന്ന കാലത്തൊക്കെ നിസ്കാരം ഒഴിവാക്കിയിരുന്ന പല സഹോദരിമാരും ഇപ്പൊ ഈ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളായ ഫാമിലികളായി മാറിയിട്ടുണ്ട്. അവരൊക്കെ വിളിക്കുക. അന്നൊന്നും കോളേജിൽ BA-ക്കും +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊന്നും പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ SLC പഠിക്കുന്ന കാലത്തൊക്കെ എത്രയോ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഗൾഫിലെത്തി KMIC-യുടെ കുടുംബമിത്രാദികളായി മാറി ഓരോ നിസ്കാരത്തിന്റെ ഗൗരവങ്ങളും കേൾക്കുമ്പോ നിസ്കാരങ്ങളൊക്കെ ഇങ്ങനെ മടക്കാൻ, ഖളാ വീട്ടാൻ തയ്യാറായ ഒരുപാട് സഹോദരിമാർ. അല്ലാഹു തആല അവർക്കൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഈ നിയ്യത്ത് കഴിഞ്ഞാൽ, തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫറള് നിൽക്കലാണ്. നല്ലൊരു പഠനം ഞാൻ അതിനെക്കുറിച്ചിട്ട് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാന് ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം, ഏറ്റവും വലിയ വിഷയമാണ് ഇന്നത്തെ ഖിയാമ്. കാരണം ഒരു ചെറിയ കാരണം കൊണ്ട് നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫറളാവുന്ന നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ള ഫറള് പലവരും നഷ്ടപ്പെടുത്തുക. ഒക്കെ നിങ്ങൾ നിസ്കാരത്തിന്റെ ഒരു ഗൗരവം ഞാൻ പറയാം. അതിന്റെ നമ്മളൊക്കെ ചെറിയ കാരണം പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കാനല്ലേ. കല്യാണം, സൽക്കാരം, ഒരു ചെറിയ കാരണം പറഞ്ഞിട്ട്. ഇപ്പൊ നോക്കി, ഒരാളിങ്ങനെ ഒരു പട്ടാള ക്യാമ്പിലാണ് ജോലി. ഇപ്പൊ നമുക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞപ്പോ ഇപ്പത്തെ കാലോചിതമായി പെട്ടെന്ന് തിരിയും. ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ അതിർത്തിയില് ശത്രുക്കള് വരുന്നത് ഇങ്ങനെ നോക്കിയിട്ട് തോക്കും പിടിച്ചിട്ട് വെട്ടാതെ, കണ്ണിന്റെ പോലെ വെട്ടാതെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെയല്ല ഇപ്പൊ ജാഗ്രത അല്ലേ? അതിർത്തിയിലൊക്കെ ഇപ്പൊ അങ്ങനല്ലേ? ഇന്ത്യയിലേക്കുള്ള അക്രമികളുടെ നുഴഞ്ഞുകയറ്റം അല്ലേ? അതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ പട്ടാളങ്ങള് അല്ലാഹു തആല ഇന്ത്യയിൽ സൗഹാർദ്ദവും സ്നേഹവും ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ. ഇന്ത്യയെ തുരത്താൻ വരുന്ന മുഴുവൻ ശത്രുക്കളുടെ ശർവിനത്വം അല്ലാഹു നമ്മുടെ മഹാഭാരതത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമ്മളെ പട്ടാളക്കാരിങ്ങനെ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. കണ്ണിന്റെ പോലെ വട്ടാതെ ഇങ്ങനെ തോക്കും പിടിച്ചു നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ മസാലയുടെ ഗൗരവം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ചില മിലിറ്ററി ക്യാമ്പിന്റെ മുമ്പിലൊക്കെ ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട്. പല പോലീസ് സ്റ്റേഷന്റെ മുമ്പിലും ഒരു പോലീസിന്റെ പണി എന്താ കാര്യങ്ങള് തോക്കും പിടിച്ചിങ്ങനെ നിക്കലേക്കാൾ. അവർക്ക് വേറെ പണിയൊന്നുമില്ല. നിശ്ചിത സമയം ഉണ്ടാവും ഇങ്ങനെ. കാരണം എന്തും എപ്പോഴും സംഭവിക്കാം അല്ലേ? ഇങ്ങനെ അപ്പൊ പട്ടാളി അതിർത്തി ക്യാമ്പിലൊക്കെ ഇങ്ങനെ പട്ടാളക്കാര് പല കോടതികളുടെ മുമ്പില്, വലിയ വലിയ പാർലമെന്റിന്റെ ഒക്കെ മുമ്പില് പട്ടാളക്കാര് കണ്ണിന്റെ പോലെ വെട്ടാതെ തോക്കും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഓല് നിസ്കരിക്കണം. അപ്പൊ ഓല് നിസ്കരിക്കുമ്പോ എങ്ങനെയാ? ആ നൃത്തത്തിൽ നിന്നത് നിസ്കരിക്കണം. നിക്കാത്തിന് ഒഴിവൊന്നുമില്ല. പട്ടാള ക്യാമ്പില് കന്ന് ഞാൻ ആഖിറത്തിൽ ചെന്നിട്ട് പറയാണ്, അവതം പറയും ഷഹീദ് പറഞ്ഞ മാതിരി കോയിച്ചനയില് പട്ടാള ക്യാമ്പിലായ MSP ക്യാമ്പിലൊക്കെ ജനങ്ങൾക്ക് മസാല ധരിക്കാണ്ട് തീരി. അവിടേക്കും കാണാൻ ആ ഗേറ്റിന്റെ അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്നു. ഡൽഹിയിലും ന്യൂഡൽഹിയിലൊക്കെ ഓരോർക്കറിയാം. അവരുടെ ആ നൃത്തം വളരെ ജാഗ്രതയിലാണ്. എന്തും എപ്പോഴും സംഭവിക്കാം. ആ സംഭവിക്കുമ്പോ ഉടൻ കാര്യം നടക്കണം. അവരുടെ ജോലി അതാണ്. ചിലപ്പം രാവിലെ മുതൽ 12 മണിക്കൂറൊക്കെ അതേ ഡ്യൂട്ടിയിലുള്ള പട്ടാളക്കാരുണ്ടാവും. ചിലപ്പോ 24 മണിക്കൂർ നിൽക്കേണ്ടി വരും. കാരണം ചില ഭീകരാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുമ്പോ പട്ടാളക്കാർക്ക് 24 മണിക്കൂറും ജോലി ഉണ്ടാവും. പക്ഷെ നിക്കാരത്തിന് ഒഴിവില്ല. ആ നൃത്തത്തിൽ റുക്കോവും സുജൂദും ചെയ്യണം. അതെങ്ങനെ? നമ്മള് ആവശ്യമാവും. അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞില്ലേ, ഗുജറാത്തിലെ എത്ര പട്ടാളക്കാരപ്പൊ നമ്മളെ ക്ലാസ് കേൾക്കുന്നത്, ഇപ്പൊ കേൾക്കുന്നുണ്ടാവൂല്ലേ? അവരൊക്കെ കേൾക്കുമ്പോ അവർ കാര്യം മനസ്സിലാക്കണം. അതേമാതിരി തന്നെ ചില ആൾക്കാർക്ക് എന്തേക്കാലം ജോലി ഈ കടലിന്റെ അടിയിലുണ്ടാവും. ഇങ്ങനെ ഈ ഇലക്ട്രോണിക് മിഷീനെത്തുമ്പോ ഇങ്ങനെ നിന്നിട്ടൊക്കെ ജോലി സമുദ്രത്തിന്റെ അടിയിലെ. ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരാളുണ്ട്.
അദ്ദേഹം 3 മാസം കടലിലാണ്. എന്തോ ഈ എണ്ണ ശുദ്ധീകരണം അങ്ങനെ എന്തോ സംബന്ധമായ ഒരു വിഷയമാണ് അദ്ദേഹത്തിന് ജോലി. കപ്പലിലായി കപ്പലിന്റെ അടിയിലേക്കും പോയി ദിവസങ്ങളോളം. അത് അതുകൊണ്ട് ഒരു ജോലി. ഇപ്പൊ ഞാനൊരു സംഗതി കണ്ടിട്ടുണ്ട്, അത് മനുഷ്യനാണോ അല്ലേ എനിക്കറിയില്ല. നിങ്ങൾ കണ്ടോലോട് ഞാൻ ചോദിക്കാൻ. ഈ ദുബായ് മാലുണ്ടല്ലോ, ഹൈപ്പർ മാലും അല്ല, ദുബായ് മാലും അല്ല, ദുബായ് മാല്. അതിന്റെ അക്വേറിയം കണ്ടിട്ടുണ്ട് ഞങ്ങള്? കണ്ടോലെ? ഞാനും പോയി കണ്ട്. ഞാൻ അതുവരെ പോയാലും പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. ഞാൻ അങ്ങോട്ടില്ലാന്നാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചാൽ. ഞാൻ അക്വേറിയം എന്ന് അറിയാം, അക്വേറിയം അല്ലേ? അക്വേറിയം കണ്ടില്ല? ദുബായ് മാലിൽ അക്വേറിയം കണ്ടോലൊക്കെ ശ്രദ്ധിച്ചാണ്. നമ്മൾ മസാല പൊരിക്കാനാ നമുക്ക് അതൊക്കെ കാണുമ്പോൾ നമ്മൾ മസാല ഇന്ത്യക്കണ്ട്. ഇത് മനുഷ്യനാണ് പറയുന്നത്. മനുഷ്യനാ അല്ലേ? അത് മനുഷ്യനാണോ? ഇവിടെ UAE ദുബായിലൊക്കെ ഉള്ളതൊന്ന് വ്യക്തമായി പറഞ്ഞാണ്. അല്ല, ആലം സമ്മതി ഓർക്ക് നിൽക്കാലം നിർബന്ധമാണ്. മാഷാ അല്ലാഹ്. ഞാനത് പണ്ട് നിങ്ങളുടെ അക്വേറിയം കാണുമ്പോ രസം. ഞാൻ മസാല ചിന്തിക്കാറില്ല. ഈ ചെങ്ങായിക്കും നിൽക്കാതെ അത് മനുഷ്യനാണല്ലേ? മനുഷ്യനാണെന്നപ്പോ പറഞ്ഞു. ഞാനത് കണ്ടു. ഞാന് ഒന്നിക്കും നോക്കി. ഞാൻ എനിക്കും തോന്നിയതൊരു മനുഷ്യനാണ്. പക്ഷെ എന്താണ് ഒരാളിങ്ങനെ നിൽക്കാണ്. ഓന്റെ ജോലി അതാണ്. ഓർക്ക് ആ ജോലി ചെയ്യുന്നോണ്ട് കുഴപ്പം നടക്കും വേറെ കാര്യം. പക്ഷെ ഓർക്ക് നിസ്കാരം നിർബന്ധാണ്. പൊന്നാല അബൂദയ്യ ഉസ്താദെ, ഓനെങ്ങനെയപ്പാ ഓന വള്ളത്തിന് വയ്ക്കണ മാതിരി നിസ്കരിക്കണമെന്ന്? നിസ്കാരത്തിന് ഒഴിവില്ലാന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അവിടുത്തെ രസമല്ല കാണേണ്ടത്, നമ്മൾ മസാല ചിന്തിക്കണം. നിങ്ങൾ വിചാരിച്ച അബൂദയ്യ ഉസ്താദ് ദുബായ് മാല് കാണാൻ പോയിന്ന്. ഞാൻ എത്ര മസാല ഒന്ന് പഠിച്ചിട്ട് ചീത്ത. പണ്ട് ഏതോ ഒരു രസം പറയാം ഞങ്ങളൊക്കെ ഒന്ന് ഉസ്താദാവാൻ വേണ്ടിട്ട്. പണ്ട് പള്ളിക്കല മൊല്ലാക്ക പൂരം കാണാൻ പോയൊരു കഥ പറയാണ്ട്. അങ്ങനെ കേട്ടിക്കണം? പള്ളിക്കല മൊല്ലാക്ക പൂരം കാണാൻ പോയി. പഴയ കാലത്ത് പൂരത്തിനൊരു പരിപാടി ഉണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. എല്ലാ അമ്പലത്തിന്റെ ഭാഗത്തൊരു കുളണ്ടാവും. അമ്പലത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുളണ്ടാവും. ഈ കുളത്തിൽ അമ്മാര് കുളിക്കാനാവും പൂരത്തിന്റെ ദിവസം. അപ്പൊ ഈ അമ്മാര് കുളിച്ചു കയറി എങ്ങനെയാണെന്ന് അറിയങ്ങള്? ഇങ്ങനെ കാണാൻ പോയതല്ലേ? പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അവര് കുളിച്ചു കയറിയ അവരൊരു സാധാരണ ഒരു തോത്തുമുണ്ടും ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളും മറന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഒന്ന് കുളിച്ചു കയറുമ്പോ അതിന്റെ ഒപ്പം ഒരു ചെണ്ടമുത്തൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇത് കാണാൻ പോവും. നാട്ടുകാര് കാണാൻ പോകുന്നതിന്റെ ഉദ്ദേശം വേറെ കാലം. പക്ഷെ മൊല്ലാക്കിത് ഇങ്ങനെ നിന്ന് കാണാണ്. അപ്പൊ നാട്ടില് ഭയങ്കര വിഷയമായി. മൊല്ലാക്ക പൂരം കാണാൻ പോയി എന്നാണ് നാട്ടിലാകെ പാട്ടായി. മൊല്ലാക്കാരെ തടി കഴിച്ചിലാക്കട്ടെ. കാരണം മൊല്ലാക്കപ്പ ഈ പൂരം കാണാൻ പോകാനാണ് ആൾക്കാരെന്താ തെറ്റിദ്ധരിക്കുക. ഈ അമ്മാര് കുളിച്ചു കയറുന്നത് കാണാൻ പോയിന്നല്ല. അപ്പൊ ആൾക്കാരാ നിലക്കാണ് കഷ്ടം ഉണ്ടാക്കുന്നത്. മൊല്ലാക്ക പൂരം കാണാൻ പോയിനാണ് ഈ അമ്മാര് കുളിച്ചു കയറുന്നത്. മൊല്ലാക്കും കാണാൻ പോയി. അതിൽ മൊല്ലാക്കാണ്ട് പറഞ്ഞത്, ഇങ്ങള് പൂരം കാണാൻ പോയപ്പോ ഇങ്ങളെ എങ്ങട്ടാ നോക്കിയത്? ഇങ്ങള് നോക്കിയതല്ല ഞാൻ ചിന്തിച്ചത്. ഞാനേ കുളിച്ചു കയറുന്ന അമ്മാരെ മുമ്പിൽ ഒരു ചെണ്ടങ്ങനെ കൊത്തിന് കെട്ടിയില്ലേ? ആ ചെണ്ടന്റെ കൊത്തിങ്ങനെ അഹദുൻ സമദുൻ ഫറുദുൻ അഹദുൻ സമദുൻ ഫറുദുൻ. ഞാൻ എന്റെ റബ്ബിന്റെ നാമം ഇങ്ങനെ കേൾക്കുക. എങ്ങനെയാണ് മൊല്ലാക്കാരുടെ പൂരം കാണാൻ പോയ കഥ ഉണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ ഈ അമ്മാരെ നോക്കുമ്പോ ഞാൻ ആ ചെണ്ട മുത്തുമെന്ന് വന്ന ശബ്ദം എന്തായിരുന്നു എന്നറിയങ്ങള്? നിങ്ങൾ ശ്രദ്ധിച്ചോ? അഹദുൻ സമദുൻ ഫറുദുൻ അഹദുൻ സമദുൻ ഫറുദുൻ. അങ്ങനെ ആലോചിച്ച് നിൽക്കാനാണ് നമ്മ. ഇങ്ങളൊക്കെ ദുബായ് മാല് കാണാൻ പോയപ്പോ ഇങ്ങള് കണ്ടതല്ല ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇയാളെ നിക്കാത്തെ കുറിച്ച് ആലോചിക്കണം. ഇയാൾ എങ്ങനെ നിസ്കരിക്കുന്നില്ല. അപ്പൊ എന്ത് വേണം? ഞാൻ പറയുന്നത് എന്റെ മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയം ഒരു ഘട്ടത്തിലും ഒഴിവില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾ ആ ദുബായ് മാളിലൊരു മനുഷ്യനാണപ്പോ നിങ്ങൾ പറഞ്ഞു. എനിക്കറിയില്ലേ, ഞാൻ ഒരിക്കലും കണ്ടിട്ടുള്ളൂ. ആ മനുഷ്യനെ നിസ്കരിക്കണമെന്ന്, അതേ രൂപത്തിൽ നിസ്കരിക്കണമെന്ന്. ഓനെങ്ങനെ റുക്കൂ ചെയ്യാ, ഓനെങ്ങനെ സുജൂദ് ചെയ്യാ, അതൊക്കെയും വേറെ കാര്യം. അങ്ങനത്തെ ജോലി കിട്ടുമ്പോ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ നമുക്ക് പറയാം. ഇപ്പൊ നമുക്കത് അങ്ങനെ അത് വിശദീകരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്താ? ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് വരെ പാരച്ചൂട്ടിൽ നിന്ന് ഇറങ്ങി വരിക. ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിന് തകർന്നു. പ്ലെയിനിലുള്ള ഒരാൾ പാരച്ചൂട്ടിൽ കയറി
പാരച്ചൂട്ടിൽ നിന്ന് താഴേക്കെത്തുമ്പോഴേക്ക് നിസ്കാരത്തിന്റെ സമയം കഴിയും. യോനാ പാരച്ചൂട്ടിൽ വെച്ച് നിസ്കരിക്കണം. നോക്കിങ്ങള്, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നാട്ടിക്ക് ഫോൺ ചെയ്യുമ്പോ ഭാര്യ പറയും, ഞാൻ മറ്റന്നാ മൂത്താപ്പാത മകളെ കല്യാണാണ്, കൊടുങ്ങല്ലൂർക്കാണ് കല്യാണം, ഞാൻ പുതിയനിന്റെ ഒപ്പം പോത്തേന്ന് ചോദിക്കുമ്പോഴേ പാന എപ്പോഴാ പുതിയനിന്റെ ഒപ്പം പോവുക? രാവിലെ 11 മണിക്ക് പോകണം, കാരണം കൊടുങ്ങല്ലൂർക്കാണ്. 3 മണിയാകുമ്പോഴൊക്കെ അവർ എത്തണ്ടേ? ഈ ബസ്സിലൊക്കെ പോയാൽ നമ്മളെ പെണ്ണുങ്ങൾ എന്താ നിക്കരിക്കുന്നത്? നിക്കാരം കള ആവുമെങ്കിൽ ഇജ്ജാണ്ട് പോവന്താന്ന് പറയാൻ നമ്മളെ കൊണ്ടത് സാധിക്കണം. ഇജ്ജാണ്ട് പോവന്താന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കത് വരണം. കല്യാണം കഴിക്കുമ്പോ നമ്മളോട് ആലോചിക്കണം, നിക്കാരം കള ആവാത്ത രൂപത്തില് പുതിയനിന്റെ ഒപ്പം പോകണോ പോണ്ടേന്ന് മസല വേറെ. നമ്മുടെ നിസ്കാരം എന്ന കണക്കായി ഒരു ഞാനൊരു ഒറ്റ കാര്യം പറയാണ്. നമ്മുടെ ആൾക്കാർക്ക് ആകെയൊരു വേജാറവിടെ എന്താണ് നിങ്ങൾ ഓലൊപ്പം പുതിയനിന്റെ ഒപ്പം പോയാൽ എന്റെ കുട്ടി ഇറങ്ങുമ്പോ ആരാ പോരുകയാണ്? അതൊക്കെ വെറുതെ. ഓലൊപ്പം അമ്മായിയുടെ കുട്ടിയുടെ പുതിയനിന്റെ ഒപ്പം പോയിട്ടില്ലെങ്കിൽ ഇന്റെ കുട്ടി പുതിയെന്ന് ഇറങ്ങുമ്പോ ആരും ഉണ്ടാവൂലാണ്. അതൊക്കെ വെറുതെ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഒരു മനുഷ്യന്റെ ഒപ്പം പുതിയാപ്പള പോയിട്ടില്ല. പുതിയാപ്പളുടെ ഒപ്പം ഞാൻ പോകാറില്ല. വളരെ അപൂർവം മൊയ്ലിയന്മാരൊക്കെ ആണെങ്കിൽ പോകും. കാരണം ഇന്നത്തെ ഈ ചെറുപ്പക്കാരൊപ്പം നമ്മള് പുതിയാപ്പളാടെ നമ്മളീ തലേക്കെട്ടും വെള്ളക്കുപ്പായും. ചെറുപ്പക്കാരൊക്കെ ഈ ജീൻസ് പാൻറ് അതിനനുസരിച്ച മുതിയും വേഷം അല്ലേ? നമ്മളെങ്ങനെ പോലൊപ്പം നടക്കുക? ഞാനില്ലാന്ന് മനസ്സിൽ എപ്പോഴും പോവാറില്ല. അന്ന് ഇന്നോട് പലരും പറഞ്ഞു, അവനാൻ പുതിയാപ്പള ഇറങ്ങുമ്പോ കാണാൻ ഒറ്റക്ക് പോകേണ്ടി വരും, അവനാൻ പുതിയാപ്പള ഇറങ്ങുമ്പോ ഒറ്റക്ക് പോകേണ്ടി വരും ഇന്നോട് പലരും പറഞ്ഞു. ഞാൻ 5 ജീപ്പായി ഏൽപ്പിച്ചത് ഉമ്മയ്യാന്റെ വീട്ടിക്ക് പോവാൻ. പക്ഷെ പുതിയാപ്പള ഇറങ്ങാൻ നേരത്തെ 2 ജീപ്പ് പിഞ്ഞും വിളിച്ചിരിക്കുകയാണ്. ഞാൻ അത് പറഞ്ഞതെന്താ? നമ്മളെ ദീൻ ഉൾക്കൊണ്ടും കൊണ്ടൊരു കാര്യം ചെയ്യൂലെന്ന് വിചാരിച്ച അള്ള നമ്മളിറങ്ങാക്കൊന്നുമില്ല. ഞാനിപ്പോ നിസ്കാരം മുടങ്ങിയാലും വേണ്ടിയില്ല, പുതിയനിന്റെ ഒപ്പം എന്റെ കുട്ടിനെ പറഞ്ഞയച്ചില്ലെങ്കിൽ എന്റെ കുട്ടിയുടെ ഒപ്പം പുതിയനിന്റെ ഒപ്പം പോവാൻ ആരും ഉണ്ടാവൂല. അള്ളാഹുത്താല ഹൂറുല്ലീങ്ങളെ എത്തിച്ചേരും. നമ്മളെ കുട്ടിയുടെ പുതിയെന്ന് പോവാനേ അള്ളാഹുത്താല ഹൂറുല്ലീങ്ങളെ എത്തിച്ചേരും. ഒരു അംശമില്ല അല്ലേ? നമുക്ക് തോന്നുക നമ്മളെ ഈ നിസ്കാരം ഇങ്ങനെ കള ആക്കിയിട്ട് പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞേക്കുക. ഞാൻ എന്റെ രക്ഷിതാക്കന്മാരോട് പറയാണ്, നിസ്കാരത്തിന്റെ കാര്യം അത്ര ഗൗരവ. പാരശൂട്ടിൽ ഇറങ്ങുന്നവൻ, അതിർത്തി കാക്കുന്ന ഓമവത്താതെ തോക്ക് പിടിച്ചു നിൽക്കുന്ന പട്ടാളക്കാരൻ നിസ്കാരത്തിന്റെ സമയമായാല് അതേമാതിരി നിന്നിട്ടാണ് നിസ്കരിക്കണമെന്ന. നിസ്കാരത്തിന് ഒഴിവില്ല. അല്ല ഒഴുക്ക നിൽക്കാൻ വയ്യ. ഇപ്പൊ ഞങ്ങൾ നോക്കി എന്നാലും ഇപ്പൊ ഒരാളിങ്ങനെ ചെറിയൊരു മസല പറയാണ്, രസമുള്ളൊരു മസല. മുസ്തഫ ആലൂരിന് ഞാൻ 5000 രൂപ കൊടുക്കാൻ കൂട്ടിക്കോളി. ഞാനോരോ നിസ്കാരവുമായി ബന്ധപ്പെട്ട മസല ആലോചിച്ച് നോക്കിയാൽ മുസ്തഫ ആലൂരിന് ഞാനൊരു 5000 രൂപ കൊടുക്കാൻ കൊടുക്കേണ്ട ഡേറ്റൊക്കെ പയച്ചിട്ട് ഇന്ന് കൊടുക്കാൻ, നാളെ കൊടുക്കാൻ, മറ്റന്നാ കൊടുക്കാനാണ് നിങ്ങൾ പറയും. ഇനി മുസ്തഫ ആലൂർ എന്നെ കണ്ട വിടൂലാന്ന് കുഴപ്പാ. ഇനി മുസ്തഫ ആലൂർ എന്നെ കണ്ടാല് വിടൂല, അഞ്ഞ് കോളർ പിടിക്കും. കാരണം അവധി 2-3 അവധി തെറ്റിക്കുന്നു. ഇനി ആലൂര് കോളർ പിടിക്കുന്നു ഉറപ്പാ. നിന്ന് നിസ്കരിച്ച ആലൂര് കാണും, ഇരുന്ന് നിസ്കരിച്ച ആലൂര് കാണൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനാണ് അവിടെ അവസ്ഥ. എന്താ ഞാനിപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് നിസ്കരിച്ച ആലൂര് കാണും. ആലൂര് കണ്ടാ കോളർ പിടിക്കും. കാരണം കൊടുക്കാതെ കായി കൊടുക്കാൻ സമയം ഒരുക്കിക്കുന്നു. മെല്ലെ ഇരിക്കുക. ഇരുന്നാലോ ആലൂരിന്റെ കാണൂല്ല. കാരണം വേറെ എന്തെങ്കിലും ഒരു മറണ്ട് അവിടെ മെല്ലൊരു മറഭാഗത്ത് ഇരുന്ന് നിസ്കരിക്കാണെങ്കിൽ ആലൂര് കാണൂല. എന്നാ ഇരുന്ന് നിസ്കരിക്കാനാണ്. നോക്കിങ്ങള് എവിടെയാണെങ്കിലും ഒരു പഴുതില്ല. നിസ്കാരം ഞാനിപ്പോ ഈ മസല ഏത് രൂപത്തിലാണോ നമുക്ക് നിസ്കരിക്കാൻ സൗകര്യം കിട്ടുന്നത് ആ രൂപത്തിൽ നിസ്കാരം സംഭവിച്ചോ. എന്നിട്ടപ്പൊ ഞമ്മളൊക്കെ അല്ലേ, ഞാനൊന്നും ഉണ്ടായിട്ടില്ലട്ടോ പ്രിയപ്പെട്ടവര്. എന്റെ വിഷയം നിയ്യത്താണ്. പക്ഷെ ഈ നിയ്യത്തിനൊക്കെ കുറിച്ച് കേൾക്കുമ്പോ നമ്മളൊക്കെ വളരെ നമ്മുടെ നാടുകളിലേക്ക് നല്ലോണം ചിന്തിക്കണം. ഭൂരിപക്ഷം ആൾക്കാരും ഗൾഫിൽ ഫാമിലി സഹിതം ജീവിക്കുന്നവരല്ല.
90% ശ്രോതാക്കളുടെയും ഫാമിലികൾ നാട്ടിലാണ്. അവരങ്ങനെ വിലസുക, കല്യാണം, സൽക്കാരം, തുനിങ്കുപ്പായ ഉണ്ടാക്കാൻ പോക്ക്, ഇങ്ങനെ നടക്കുക, നിസ്കാരങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോ ക്ലാസ് റൂം കേറുമ്പോ എന്റെ ഒരു പക്വത വെച്ചീന്ന്. അതിന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി നമ്മളൊക്കെ ഈ പ്രവാസ ജീവിതം കൊണ്ട് ആകെ രോഗിയായി, തല നിരച്ചു, നീച്ച് നടക്കാൻ വയ്യാതെ ആയി. ഇതൊന്നും നമ്മളെ വിചാരിച്ചിട്ടല്ല, അല്ലേ? എന്റെ യൂസുഫുക്ക, ആലൂര്, ഷഹീർ, ആരായാലും ഉറപ്പാ ഞമ്മക്കൊരു പുതിയ ഭക്ഷണം കിട്ടാന് നമ്മൾ ഗൾഫിലൊന്നും പോവേണ്ട ഒരു ആവശ്യമില്ല. ഒരു പുരി എന്റെ വയറ്റിന് ഒരു പുരി, ആലൂരിന്റെ ഒരു പുരി ഭക്ഷണത്തിന് അതിന് പറ്റാവുന്ന ജോലി നാട്ടിലുണ്ട്, യാതൊരു സംശയമില്ല. പിന്നെയും ഈ ഗൾഫിൽ ജീവിക്കുന്നത് എന്താ? ഭാര്യ 4 മക്കളുണ്ട്. മക്കളെ കെട്ടിക്കണം, ഓറ്റങ്ങൾക്കൊരു വീടും പേരുണ്ടാക്കി കൊടുക്കണം. ഇത് ആലോചിച്ചിട്ടാ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുമ്പോ ആ മക്കള്, ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ മക്കള് കല്യാണവും സൽക്കാരം പറഞ്ഞ് നിസ്കാരം ആവാൻ പാടില്ല. ഞാൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആയതുകൊണ്ട് സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയതാണ്. അതുകൊണ്ട് ഞാൻ അത് ഉണർത്താനുള്ള കാരണം എന്താ? നിങ്ങൾ നിയ്യത്ത് മാത്രം കണക്കാക്കാതെ നിസ്കാരത്തിന്റെ ഓരോ ഫറല്, പ്രത്യേകിച്ച് 3ാമത്തെ ഫറല് ആർക്കാപ്പ മസലക്കറിയാം. സ്വന്തക്ക് നിൽക്കാൻ വയ്യെങ്കിൽ വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂലിക്കാല പൊലിച്ചിട്ട് അവനിക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിന്ന് നിസ്കരിക്കൽ നിർബന്ധാണ്. അതൊക്കെ ചർച്ചക്ക് നിങ്ങൾ രദ്ദിക്ക്. കല്ലും നെല്ലും വേർതിരിച്ചൊരു മസല ചർച്ച ചെയ്തോക്കൊണ്ടു. സാധാരണക്കാരത് അന്തം പുതും. റബ്ബെ, ഞാൻ എന്ത് പണിയാ ചെയ്യുന്നത്? എത്ര കാലായി എന്റെ ഈ കിബറിന്റെ ഊക്ക്, ഒരു ചെറിയ വേദന, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം എന്നും പറയുമ്പോഴേക്ക് ഈ നിസ്കാരം, നമ്മൾ ഈ കസാല നിസ്കാരം അല്ലേ? എന്നാലിപ്പോ ഷഹീർ പറഞ്ഞ മാതിരി അതൊക്കെയും ആ വണ്ടിയും വലിയൊന്നും അധികം വൈകാതെ കേരളത്തിൽ എത്തുന്നൊക്കെ തോന്നുന്നത്. ഞാനും കണ്ട് UAE-യിലും പല സ്ഥലത്തും 1ാം സെഫിൽ എന്തൊക്കെയാ സോഫ സെറ്റൊക്കെ ഇട്ടുക ചില സ്ഥലത്തൊക്കെ പള്ളിക്ക് അറബികൾക്ക് ഇരിക്കാനേ. അതൊക്കെ നമ്മുടെ നാടുകളിൽ ആവും. പക്ഷെ ആ നാടുകളിൽ അത് ഫിറ്റ് ചെയ്യുന്നതിന്റെ മുമ്പേ ഓരോ മഹല്ലത്തിലുള്ള ജനങ്ങൾക്കും, പ്രത്യേകിച്ച് ആ മഹല്ലത്തിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് ഖിയാമെന്ന ഫറല്, നിസ്കാരത്തിന്റെ ഖിയാമെന്ന ഫറല് എപ്പോഴാണൊരു വ്യക്തിയിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ ഇരിക്കാം എന്ന് പറഞ്ഞത് എപ്പോഴാണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടാ. അതാരും പറയുന്നില്ല. ഞാനത് ആരും ആക്ഷേപിക്കല്ല. ആര് കസാലത്ത് ഉപയോഗിച്ചാൽ ഓൻ എന്താച്ചാ കാട്ടിക്കോട്ടെ എന്ന് പറയാം. അങ്ങനെ ഓരോരുത്തരും അത് പതിവാക്കി ചില്ലറ വിഷയങ്ങൾക്ക് വേണ്ടി കസാലയിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കി. വിത്തുൽ സക്കാത്തിന് കഴിവുള്ളവൻ, ഒറ്റ മസല ഞാൻ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ ഓരോ ഫറലുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു ബോധം ആദ്യം നൽകാൻ. ഈ ക്ലാസ് റൂമിലുള്ളവര് നല്ലൊരു വിഭാഗം സാധാരണക്കാരാണ്. ഈ ക്ലാസ് വാട്സാപ്പിലൂടെയോ മറ്റേതെങ്കിലും നിലക്ക് കേൾക്കുന്നവരും ഭൂരിപക്ഷം സാധാരണക്കാരാണ്. സാധാരണക്കാരല്ല, ചിലപ്പം എന്റെ ക്ലാസ് കേൾക്കുന്ന, ഞാനൊരു സന്തോഷം കൊണ്ട് പറയാം, ചില പല ഉസ്താദുമാരും വിളിക്കും, അബുദയ്യാൻ ഇതൊക്കെ വളരെ ഗൗരവം. ആരാണ് ഇപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? നമ്മളിപ്പോ സാധാരണ ഒരു 10 മൊയ്നും ഒരു തഫ്സീറൊക്കെ ഓതി നമ്മൾ അങ്ങനെ നിസ്കരിച്ചു. നിസ്കാരത്തിന്റെ അർത്ഥം പറഞ്ഞു നിൽക്കാൻ കഴിവില്ലെങ്കിൽ ഇരിക്കണമെങ്കിൽ എവിടെ എത്തണം? വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായവൻ, അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, അതിനിപ്പോ എത്ര കോടിക്കണക്കിന് രൂപ സ്വത്തുവാണ്. വിത്തുൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാ ഒരു വ്യക്തിക്ക്. വിത്തുൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവാൻ കോടിക്കണക്കിന് രൂപ സ്വത്തൊന്നും ആവശ്യമില്ലല്ലോ. ചെറിയ പെരുന്നാളിന്റെ രാത്രിയും പകലും അവഞ്ഞു ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരുണ്ടെങ്കിൽ, ഭാര്യമക്കളുണ്ടെങ്കിൽ ഭാര്യമക്കൾ അവർക്ക് ആവശ്യമായ അന്നത്തെ ചെലവും ഭക്ഷണവും താമസവും ഇത് കഴിച്ച് വിത്തുൽ സക്കാത്തിനുള്ള സംഖ്യ എന്തോ ഓൻ വിത്തുൽ സക്കാത്ത് കൊടുക്കണ്ടേ? വിത്തുൽ സക്കാത്ത് എത്ര? ഏകദേശം ഒരു 2.25 കിലോ അരിയല്ലേ, അല്ലെങ്കിൽ 2.5 കിലോ, അല്ലെങ്കിൽ 7 കഴിഞ്ഞാൽ 3 കിലോ. ഒരു 3 കിലോ അരിക്ക് എത്ര രൂപയാണോ?
ഒരു 3 കിലോ അരിക്ക് ഏറി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു 100 ഉറുപ്പ്യാണ്, അല്ലെങ്കിൽ ഒരു 75 ഉറുപ്പ്യാണ്. 75 ഉറുപ്പ്യ ഉള്ള ഒരു മുതലാളി വിത്തർ സക്കാത്തിന്റെ സമയം അല്ലാന്ന് വെക്കുക. ഇപ്പൊ ഇത് വിത്തർ സക്കാത്തിന്റെ സമയമല്ലല്ലോ. ഒരാളെ കയ്യില് ഓനക്ക് ചെറിയ വീടുണ്ട്, ഓന്റെ ഭാര്യ മക്കളും. ആ ഇന്നത്തെ ദിവസം ചെലവിന് ആവശ്യമായ സംഖ്യ കഴിച്ച് ഒരു 75 ഉറുപ്പ്യ ഓന്റെയൊക്കെ എന്തെന്ന് വെക്കുക. ഓനക്ക് സ്വന്തക്ക് നിൽക്കാൻ പറ്റ, ഒരാളെ കൂലിക്ക് വിളിച്ചാൽ ഓനക്ക് നിൽക്കാനും വയ്ക്കും, ഒരാളെ സഹായം എന്തെങ്കിലും ഓനക്ക് നിൽക്കാൻ വയ്ക്കും. ആ ആള് വെറുതെ പനെ സഹായിക്കൂല, ഓനക്ക് എന്തെങ്കിലും കൂലി കൊടുക്കേണ്ടി വരും. ആ കൂലിക്ക് ആളെ വിളിച്ചിട്ട് നിന്ന് നിൽക്കരിക്കണമെന്ന്. ആ കൂലിക്കാല വിളിച്ചിട്ട് ഞാൻ മുമ്പൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ക്ലാസ് പലവരും ശ്രദ്ധിക്കുന്നു എന്ന നിലയ്ക്ക് ഇടയിലൊന്ന് തോൽക്കാണ്. ആ കൂലിക്ക് വിളിച്ച ആള് നിന്നിക്കരിക്കാന്നാണ് പള്ളിക്കണ്ട് ഓടി വരിക, കസാലേറ്റ് പായ, മുമ്പ് ചെല്ലുക, ഇരിക്കുക, അള്ളാഹു അക്ബർ. നമ്മൾ പറയാൻട്ട മത്തം പോലെ ഇങ്ങനെ കാലം സഹിയല്ലാന്ന് ആദ്യം പറയത്. എപ്പോഴാണ് നൃത്തം ഒഴിവാകുക? നിൽക്കാൻ സാധിക്കാത്തവന് ഇരിക്കാം എന്ന് പറഞ്ഞത് എപ്പോഴാണെന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ഓന് ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ നിസ്കാരം സഹിയല്ലല്ലോ, ഞാൻ ഈ കസാല ഒഴിവാക്കുക. ഞാൻ പല്ലവരെ കൊണ്ട് ഒഴിവാക്കിപ്പിച്ചു. ഞാൻ എവിടെ പള്ളിക്ക കയറിയാലും കസാല ഉപയോഗിച്ച് നിസ്കരിക്കുന്നവരെ കണ്ടാല് വലിയ അർജന്റ് കേസൊന്നും ഇല്ലെങ്കിൽ ഞാൻ മെല്ലെ മൂപ്പറ, എന്താ ഇപ്പൊ നിങ്ങൾ ഈ കസാല ഉപയോഗിക്കുന്നു, എന്താ ഞാൻ നിങ്ങൾ ഈ കസാല ഇന്നൊരു കാരണം കൊണ്ട് സ്ഥാനം നിങ്ങൾക്ക് ഇന്ന രൂപത്തിൽ നിസ്കരിക്കാൻ വെക്കും. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ കസാല സ്ഥലം അറിയില്ലട്ടോ. അപ്പൊ നിൽക്കാൻ വയ്യാത്തെങ്കിൽ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കസാല ഉപയോഗിച്ചതാ. ഇത്ര മാസമായ ഉസ്താദെ ഞാൻ അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. ഞാൻ എന്താ കാറ്റുക, ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഞാൻ മടക്കി കഴിച്ചാലിന്നാല് അല്ലാതെ ചെയ്യാം. കാരണം പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ട് നിസ്കാരത്തിന്റെ ഫാളിനെ കുറിച്ച് പഠിക്കാതെ തോന്നിയമാദ്യം നിസ്കരിച്ചാൽ നിസ്കാരം കളാവൂത്തണെന്നാണ്. എന്താ ഇപ്പൊ ഈ വന്തോഷം എന്നാണ്? വന്തോഷം എന്നാണ് ആനത്തലോടം വലിപ്പമുള്ളൊരു ദോഷം എന്നാ അല്ല. ഞങ്ങൾക്കൊരു ഒറ്റ ഉദാഹരണം പറയാം. അതൊക്കെ നമ്മളെ കൽബിൽ ഹൃദിക്കൊന്ന് ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കി. എന്റെ ക്ലാസ് വാട്സാപ്പിലൂടെ കേൾക്കുന്നവരോടാ ഞാൻ പറയുന്നത്. ഫറലു ഐനായ കാര്യങ്ങളില്ല. ഫറലു ഐനല്ല നിസ്കാരം. ഈ ഫറലു ഐനായ നിസ്കാരം സഹിയാവാൻ ഒരു ഉദാഹരണം. ആ ഫറലു ഐനായ നിസ്കാരം സഹിയാവാനുള്ള മസാലകള് പഠിക്കാതെ ഒരുത്തൻ ജീവിക്കുക, ഓൻ വങ്കുറ്റം ചെയ്തവനാണ്. തൊഴിഫ നോക്കിയാ കാണാം. നിസ്കാരം നമ്മളൊക്കെ നിസ്കാരത്തിന്റെ ഫറലും ഷർത്തും വെവ്വാറെ പഠിച്ചിട്ടുണ്ടോ? എല്ലാവരും എന്നെല്ലാം പറയുന്നത്. നമ്മളങ്ങനെ ഒരു മദ്രസയിലൊരു 5 വരെ പോയി. മദ്രസ 5 കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് സ്കൂളിന്റെ പ്രശ്നം കാരണം മദ്രസക്ക് ഒഴിവായി. അല്ലെങ്കിൽ അക്കാലത്ത് നമ്മളെ മദ്രസയിൽ നമ്മളെ നാട്ടിൽ 5 വരെ മദ്രസ ഉള്ളൂ. പിന്നെ നമ്മളങ്ങനെ വലുതായി, പെണ്ണെത്തി, മക്കളായി, ഒരു ജോലിക്ക് വേണ്ടി ഗൾഫിൽക്കാണ്ട് കയറി. എവിടെ പഠിച്ചിരിക്കണ്? എവിടെ ഇപ്പൊ നമ്മൾ നിസ്കാര കിയാമ്, ആ ഒരു കിയാം എന്നൊരു ഫറല് നിങ്ങൾ ഇത്തന്നെ പരിശോധിച്ചു നോക്കി. നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുക. അബുറയ്യ ഉസ്താദെ, ഇതാണോ നിസ്കാരത്തിലെ 3ാമത്തെ ഫറലിന്റെ അവസ്ഥ? എന്റെ ഒരുപാട് നിസ്കാരം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ ഇന്നാളെ നിസ്കാരം മുഴുവൻ ബാത്തിലേക്കാരെന്ന് 100% പറയും. ഞാനിക്ക് അങ്ങനെ ഇപ്പൊ തലക്കടത്തൂര് നമ്മുടെ ബാവാജിയുടെ നാട്ടില് മയ്യത്ത് പരിപാടിന്റെ ക്ലാസ്സിന് 2 ദിവസമായി. ഒരു 100-300ഓളം പെണ്ണുങ്ങളുണ്ട്. സംഗതി മയ്യത്ത് നിസ്കാരത്തിന്റെ ക്ലാസ്സാണ്. ലാസ്റ്റ് ഞാനൊരു കസാല നിസ്കാരത്തിന്റെ ഒരു മസലാണ് പറഞ്ഞു. കാരണം നിക്കറിയണ്ട, അത് നമ്മൾ ശ്രദ്ധിക്കണം. 300 പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന്റെ ക്ലാസ് പഠിക്കാൻ വന്ന ആ 300 പെണ്ണുങ്ങൾ കുളിപ്പിച്ചാൻ കിട്ടൂല, ഉറപ്പാ. മയ്യത്ത് കുളിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു 300 പെണ്ണുങ്ങൾ വന്നു നിൽക്കുക. ഈ 300 പെണ്ണുങ്ങളെയും കുളിപ്പിക്കാൻ കിട്ടൂല. ഒരു 4-5 പെണ്ണുങ്ങൾ അതിന് തയ്യാറാവും. ഈ ബാക്കിയുള്ള 290 പെണ്ണുങ്ങൾ പെരേന്ന് പുറത്തേക്ക് ഇറങ്ങി പെരേക്കാണ്ട് തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും ഒരു മസാല അവൾക്ക് പറയണം. അതിന്റെ നിർബന്ധ ബുദ്ധിയാണ്. എല്ലാരും വന്ന് മയ്യത്ത് പരിപാലന ക്ലാസ് എടുത്ത് മരിച്ചു വെക്കുമ്പോ അപ്പോഴും കുളിപ്പിക്കാൻ ഈ 2 ആളുള്ളൂ. ബാക്കി 298 പെണ്ണുങ്ങള് പെരേന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. ഓല പെരേന്ന് പുറത്തേക്ക് ഇറങ്ങി 2 മണിക്കൂർ ഒരു മദ്രസയിൽ വന്നിരുന്നു. ഓല പെരേക്ക് തിരിച്ചു പോയാൽ എന്തിനെ ഒരു മദ്രസയ്ക്ക് പോയിന്ന് വെച്ചാൽ മയ്യത്ത് കുളിപ്പിക്കൽ പഠിപ്പിക്കാം. ഓലെ കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാനാവില്ല. ചിന്തിക്കേണ്ടതാ.
കിട്ടിയ ചാൻസിലൊക്കെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോടും പറയാണ്, ഇത്ര മസാലകൾ വളരെ വ്യക്തമായി കല്ലും നെല്ലും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മളതൊക്കെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. കസാല നിസ്കാരಕ್ಕೆ നമുക്ക് ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ഫറല് അയ്യപ്പോ 2-3 ദിവസം നിന്ന് വിശദീകരിക്കണം. അപ്പോഴേ നമുക്കറിയാം ഇന്നിപ്പോ ഈ ഗൾഫിലൊക്കെ നമ്മളെ ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂട്ടുകൾ നിസ്കാരത്തെ കുറിച്ച് പഠിക്കാതെ എന്തോ ചെയ്യും. ഇപ്പൊ മൊയലാളിമാരെ വക പള്ളിക്കൾക്ക് കസാല വാങ്ങിക്കൊടുക്കൽ തുടങ്ങി. കസാല വാങ്ങിക്കൊടുക്ക പള്ളി കമ്മിറ്റി കസാല വാങ്ങി. എപ്പോ തെറ്റി? ആർക്ക് വേണ്ടിയിട്ട്? കുറെ കസാല വാങ്ങിയിട്ട് 10-15 കസാല വാങ്ങിയിട്ട് പള്ളി കമ്മിറ്റി കണ്ടിട്ട് എന്നിട്ട് അതിന്റെ മസാല ഒന്നും വിജയിക്കില്ല. തോന്നിയോല് വന്നിട്ട് അങ്ങനെ ഇരുന്ന് നിസ്കരിച്ച് അങ്ങനെ കീഴി പോകുക. പള്ളി കമ്മിറ്റിക്കാരനെ നിന്ന് മൂത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലോസറ്റ് വെച്ചുകൊടുക്കുക. എന്നിട്ട് വെറുതെ മാഞ്ഞാളം കൊഞ്ച ഇവരെ നിന്ന് മൂത്ത് വയ്ക്കരുത്. പിന്നെ എന്ത് വെച്ചു? ചില പള്ളിക്ക് ചെന്നാകാല് നിന്ന് മൂത്ത് വയ്ക്കാതെ ക്ലോസറ്റ് അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇവരെ നിന്ന് മൂത്ത് വയ്ക്കരുത്. ഞാൻ അതാണ് ചീന്തിക്കാല, അല്ലെങ്കിൽ ക്ലോസറ്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ചീന്തിക്കാല. എന്തായാലും ഒന്നും ആളെ കൽപ്പിക്കല. നിന്ന് മൂത്ത് വയ്ക്കാൻ സൗകര്യം ഉണ്ടാക്കിയിട്ട് നിന്ന് മൂത്ത് വയ്ക്കാതിനാണ് നടക്കുന്ന കാര്യപ്പോ. അതിനനുസരിച്ച ബാത്റൂം ഉണ്ടാക്കണം. ഒരാൾക്ക് ചിലപ്പം പ്രായമായ ആൾക്കാരുണ്ടാവും, ഓർക്ക് ഇരിക്കാൻ സാധിക്കൂല. ഒരു ബാത്റൂം അതിനായിട്ട് റൂം ഉണ്ടാക്കി ഒരു ഫൈബറിന്റെ ഡോറും വെച്ച് കൊടുക്കണ്ടേ? ഇതിനല്ലേ മഹല്ല് കമ്മിറ്റി. അല്ലാതെ നാട്ടുകാർ കാണുന്ന രൂപത്തിൽ നിന്ന് മൂത്രമൊഴിക്കാണ്ട് നിന്ന് മൂത്രമൊഴിക്കണ എങ്ങനെ? ഈ ഫാൻ ഒന്നായിട്ട് എനിക്ക് ഇപ്പത്താക്കുക. അത് ഓൺലൈൻ ക്ലാസ് റൂം ആയിട്ടാണ്. എന്നിട്ട് ഇപ്പന്റെ എല്ലാ തലസ്ഥാന നഗരി ബാക്കിയുള്ളവര് കാണാൻ ബാത്റൂം കണ്ട് ചെല്ലാൻ പറ്റാത്ത പോലെ. അപ്പൊ ഞാൻ പറയുന്നത് കുറേക്ക് നമ്മള് ഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. നമ്മളെ കൊണ്ട് പറയാനല്ല പറ്റുള്ളൂ. അധികം കൊണ്ടൊന്നിട്ട് നന്നാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നില്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാൻ എന്റെ നിയ്യത്തിന്റെ വിഷയത്തിൽ നിന്ന് മാറിയതല്ല. നിസ്കാരത്തിന്റെ ഫർളുകൾ വിശദീകരിക്കുമ്പോ നിങ്ങൾ പരമാവധി അത് കേൾക്കാൻ, ഖിയാമിന്റെ ക്ലാസ് നേരിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യം കിട്ടാത്ത ദിവസമാണ് ഇന്റെ ക്ലാസ് വന്നു നിൽക്കുക. നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഷഹീറെ, ആലൂരെ ആ ഖിയാമിന്റെ ഫർള് വിശദീകരിച്ച ക്ലാസ് അവിടെ നമ്മൾ കേൾപ്പിക്കണം. നമ്മൾ കേൾക്കണം. നമുക്ക് പ്രായമാകും. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തിൽ ആയുസ് നൽകട്ടെ. ഇപ്പൊ യൂസുഫ് ഖാന്റെ കാലിന്റെ മുത്തിൽ വേദന ഒന്നും ഉണ്ടാവൂല. എന്ത് മൊയിലേ നമ്മക്കൊക്കെ ഇങ്ങനെ ചാദ്യം മറിഞ്ഞ് നിൽക്കാൻ പറ്റിയ കാലാണെന്ന് പറയും. പക്ഷെ 4 കൊല്ലം കഴിഞ്ഞ് കാലിന്റെ മുത്ത് വേദന വരുമ്പോ നിൽക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി അപ്പൊ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് പിരാന്താവുമ്പോ പാത്ത് വലിച്ചാ പിരാന്താവുമ്പോ പാടാനാകുന്ന മാതിരി മസാലകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ആവശ്യം ഉണ്ടാവുമ്പോഴത്തെ ഇങ്ങനെ ഉപയോഗിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും നിസ്കാരത്തിന്റെ നിയ്യത്തിലേക്ക്, സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്തിലേക്ക് വരാം. സുന്നത്ത് നിസ്കാരം 2 വിധം. ഒന്ന് സമയം നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ കാരണം ഉദയ നിസ്കാരം. സമയം ഉണ്ടാവൂല, കാരണം ഉണ്ടാവും അല്ലേ? സുന്നത്ത് നിസ്കാരം ഒന്നിരിക്കെ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം. ഉദാഹരണം ളുഹ. ളുഹ എന്ന നിസ്കാരം കാരണം ഉദയ നിസ്കാരമല്ല. അതെന്താവുന്നു? സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരം. ളുഹ നിസ്കാരവും ഇശ്റാഖ് നിസ്കാരവും അത് രണ്ടും ഒന്നാണെന്നാണ് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അല്ല, സലാത്തുൽ ഇശ്റാഖ് വേറെ, സലാത്തുൽ ളുഹ വേറെ എന്നുണ്ട്. ആ വേറെ എന്നുള്ള അഭിപ്രായ പ്രകാരം വേണമെങ്കിൽ ഒന്ന് പറയാം. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്. ചില ഉസ്താദുമാർ 25 മിനിറ്റും പറഞ്ഞുണ്ട്. സൂര്യൻ ഉദിച്ചിട്ട് 25 മിനിറ്റ് കൂട്ടുക. അങ്ങനെ അഭിപ്രായം എന്തായാലും നമുക്ക് അയിമക്കണ്ട് പോവുക. സൂര്യൻ 6:15 സൂര്യൻ ഉദിച്ചു. 25 മിനിറ്റ് എപ്പോഴാവുക? 6:40. അപ്പൊ 6:40 കഴിഞ്ഞാല് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ കഴിഞ്ഞു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഗൾഫുകാരെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പറഞ്ഞത് പറയാ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. അന്ന് പറയുമ്പോ കേൾക്കാത്ത ഗൾഫേരുണ്ടെങ്കിൽ ഓർക്ക് ഈ മസല എപ്പത് ഉപകാരം ചെയ്യും. സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 2 റക്അത്ത് സുന്നത്തുണ്ട്. വല്ലാത്ത ബറക്കത്തുള്ളതാ. പലരും നിസ്കരിക്കുന്നില്ല. എല്ലാവരും 2 റക്അത്ത് ഹജ്ജിനോ ഉംറക്കൊക്കെ പോകുമ്പോൾ കേൾക്കും. ഹജ്ജിനോ ഉംറക്കൊക്കെ പോകുമ്പോൾ 2 റക്അത്ത്. ഗൾഫിൽ നിന്ന് പോരുമ്പോ 2 റക്അത്ത്. വലിയ ബറക്കത്താ. നമ്മൾ പറയും ഗൾഫിൽ ചെന്നിട്ട് ജോലി ക്ലിക്കായില്ലാണ്. ജോലി ക്ലിക്കാക്കാതെ പണി ഇവിടെ ചെയ്തു പോകണ്ടേ? ഇവിടെ ക്ലിക്കാക്കി പോയാൽ ഗൾഫ് പോയാൽ ജോലിയൊക്കെ ശരിയാവുന്നു. നമ്മൾ ബേജാലാണ്ട് ഇറങ്ങി പോവുകയാണ്. ചെയ്യണം.
അപ്പൊ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്. യാത്രക്കാരനല്ല, വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങുമ്പോഴും. വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് വേറുണ്ട്. യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് വേറുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പലരും ചോദിക്കും, എപ്പോഴാ ഉസ്താദെ നിസ്കരിക്കാൻ പറ്റും? ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ 6:30 ഇറങ്ങും. അപ്പൊ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പല ഗൾഫുകാരുണ്ട്. നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർക്ക് വേണ്ടി പറയാൻ. ഏതോ ക്ലാസ്സിലായിരിക്കും അതൊക്കെ കിടക്കുന്നു, എവിടെ ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പെരേന്ന് ഇറങ്ങുന്നത് നോക്കുക, അല്ലെങ്കിൽ 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പെരേന്ന് ഇറങ്ങുന്നതെങ്കിൽ ആ 2 റക്അത്ത് നിസ്കരിക്കാം. സുബഹി എപ്പോഴാ? 5 മണിക്ക്. സുബഹി 5 മണിക്ക് അല്ലെങ്കിൽ 5:05 സുബഹി വാങ്ങുമെത്തു. കൈപ്പുറത്ത് സമയം പറഞ്ഞ് UAE സമയമല്ലേ. കൈപ്പുറത്ത് കേരളത്തിൽ ഇപ്പൊ ഏകദേശം 5 മണി, 5:02, 5:05 സുബഹി വാങ്ങുന്നത്. അപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞു. ഏകദേശം സൂര്യൻ ഉദിക്കുന്നത് 6:20 ആവുമ്പോഴാണ്. 6:20. അപ്പൊ നമ്മൾ പെരേന്ന് 6:20 മുന്നേന്ന് ഇറങ്ങുന്നത് എന്ന് വെക്കുക. അവരാ 2 റക്അത്ത് ഉണ്ടാവും. അപ്പൊ നേരെ മറിച്ചെന്ത്, 6:20 കഴിഞ്ഞ് 20 മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. സുഖമായി നിസ്കരിക്കാം. കാരണം സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ കതിര് കഴിഞ്ഞു. മനസ്സിലായി? അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ. കാരണം ഉദയ നിസ്കാരമുണ്ട്. അപ്പൊ എന്താ അത്? ഇശ്റാഖ് നിസ്കാരം. അപ്പൊ ഈ ഒരു കുന്തത്തിന്റെ കതിര് ഉദിച്ച് നേരം പകലിങ്ങനെ നല്ലോണം അങ്ങോട്ട് വലിവാവലോട് കൂടെ 7 സമയം കഴിയും. ഇശ്റാഖ് നിസ്കാരത്തിന്റെ സമയം കഴിയും. ഏത് വരല്ല? ഇശ്റാഖ് നിസ്കാരവും ദുഹാ നിസ്കാരവും രണ്ടും വേറെയാണ് എന്ന അഭിപ്രായ പ്രകാരം ഇശ്റാഖ് നിസ്കാരത്തിന്റെ സമയം ഏതുവരെയില്ല? സവാല് അഥവാ ളുഹ്റിന്റെ സമയം വരെയില്ല. ആ പകലിങ്ങനെ നല്ലങ്ങട്ട് വലിവാവൂലേ, നല്ലോണം അങ്ങോട്ട് പ്രകാശം വെച്ച് വരലോടുകൂടെ ഇശ്റാഖ് നിസ്കാരത്തിന്റെ സമയം കഴിയും. നേരെ മറിച്ച് ഇശ്റാഖ് നിസ്കാരവും ളുഹാ നിസ്കാരവും രണ്ടും ഒന്നാണെന്നുള്ള അഭിപ്രായ പ്രകാരം എന്താണ്? എവിടെ? നമ്മുടെ സവാല് വരെ അതിന്റെ സമയമുണ്ട്. അപ്പൊ ളുഹ എന്ന നിസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരം, കാരണം ഉദയ നിസ്കാരമല്ല. നേരെ മറിച്ച് ഇനി കാരണം ഉദയ നിസ്കാരം എന്താവും? എങ്ങനെ? കാരണം ഉദയ നിസ്കാരം എന്ന സൂര്യഗ്രഹണ നിസ്കാരം, അത് കാരണം ഉദയ നിസ്കാരം. അത് സൂര്യഗ്രഹണം എപ്പോഴാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം എപ്പോഴാണ്? അപ്പൊ ഗ്രഹണം കാരണമുള്ള നിസ്കാരം. അപ്പൊ സുന്നത്ത് നിസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമുണ്ട്, സമയം നിശ്ചയിക്കപ്പെടാത്ത സുന്നത്ത് നിസ്കാരമുണ്ട്. സമയം അതുപോലെ തന്നെ കാരണം ഉദയ സുന്നത്ത് നിസ്കാരവുമുണ്ട്, ഒരു കാരണവും ഇല്ലാത്ത സുന്നത്ത് നിസ്കാരവും. ഇവ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാരണം ഉദയതോ സമയം നിശ്ചയിക്കപ്പെട്ടതോ ആയ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ആ സുന്നത്ത് നിസ്കാരത്തിൽ 2 കാര്യം നിർബന്ധമാണ്. നിയ്യത്തിൽ 2 കാര്യം നിർബന്ധമാണ്. ഏതൊക്കെ? ഒന്ന്, നിസ്കരിക്കുന്നു എന്ന് കരുതണം, ഇന്ന നിസ്കാരമാണെന്നും കരുതണം. സുന്നത്താണെന്ന് കരുതൽ നിർബന്ധം ഇല്ല. സുന്നത്താണെന്ന് കരുതല് നിർബന്ധമില്ല. അപ്പൊ ഉദാഹരണം പറയാ, ളുഹ എന്ന സുന്നത്ത് നിസ്കാരാണ് ഒരാൾ നിസ്കരിക്കുന്നത്. എന്തേ നിർബന്ധമുള്ളൂ? ഉസ്വല്ലിൽ ളുഹ, ളുഹാനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതലേ നിർബന്ധമുള്ളൂ. പിന്നെ ളുഹ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അതൊക്കെന്ത്? ഏത്? അതാണ് സുന്നത്ത്. നിർബന്ധം ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായ പ്രകാരം ഒരാൾ ളുഹ നിസ്കരിക്കുകയാണെങ്കിൽ ഉസ്വല്ലിൽ ളുഹ, ളുഹാനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. പിന്നെ ളുഹ എന്ന സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണോ കരുതണ്ടേ? കരുതന്താനാണ് മുഅ്തമദ്. സുന്നത്ത് ളുഹ എന്ന സുന്നത്തിനെ എന്ന് കരുതണ്ട, സുന്നത്തിന് കരുതണ്ട. ളുഹാന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്താലോ. പക്ഷെ ഷാഫി മദ്ഹബിൽ അംഗീകരിക്കാവുന്ന ഒരു കൗലുണ്ട്, സുന്നത്തിന് കരുതണം. അത് കരുതലാണ് നല്ലത്. കാരണം എന്താ? ഈ 2ാം അഭിപ്രായ പ്രകാരം സുന്നത്താണെന്ന് കരുതിയില്ലെങ്കിൽ നിയ്യത്ത് സഹിയാവൂലാന്ന വരിക. അപ്പൊ നമുക്ക് പരിഗണിക്കാൻ പറ്റാവുന്ന ഒരു അഭിപ്രായമാണ്, ചെയ്യാൻ പ്രയാസമില്ലാത്തൊരു അഭിപ്രായമാണല്ലോ.
ഉസല്ലി സുന്നത്തൽ ളുഹ എന്ന് കരുതലും ഉസല്ലിൽ ളുഹ എന്ന് കരുതൽ എന്താ വ്യത്യാസം? ളുഹാനെ ഞാൻ കരുതി, ളുഹാനെ ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ളുഹ എന്ന സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു. എന്താ പ്രയാസം? ഒരു സുന്നത്തിനെ കരുതാൻ ഒരു പണിയില്ലല്ലോ, ഒരു പണിയില്ല, ഒരു ചെലവില്ല. അപ്പൊ നിങ്ങൾ അതാണ് കരുതിക്കാലി. എന്റെ അഭിപ്രായം പറയാൻ 150 ഞാൻ പറഞ്ഞു, ളുഹാനെ ഞാൻ നിസ്കരിക്കുന്നു കരുതിയാൽ മതി. പക്ഷെ ഇത് കരുതാൻ പണിയില്ലല്ലോ. ഈ 2ാം ഖൗല് പ്രകാരം നമ്മൾ നിൽക്കാതെ സഹിയാവാതെ പോവണ്ട. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചില ഇമാമിങ്ങൾ മൗമൂമായി നിസ്കരിക്കാറില്ലാന്നുണ്ട്. കാര്യപ്പെട്ട ചില ഉലമാവ്, നമ്മൾ ഉലമാവിനാണ് കേരളത്തിലെ ഉലമാവല്ല പറഞ്ഞത്. ഓക്കെ ഉസ്താദെ കയ്യിൽ 10 ആളായിരുന്നു. ഓക്കെ ഉസ്താദ് നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കാൻ ഇമാമായിട്ട് നിസ്കരിക്കുള്ളൂ. മൗമുമായി നിസ്കരിക്കാൻ ഉസ്താദ് അങ്ങനെ താല്പര്യം കാണിക്കാനൊക്കെ ഒരുപാട് മായനകളുണ്ട്. തഫ്സീർ വാസിയിലാണ് ഞാൻ ആ വിഷയം കണ്ടത്. ഒരുപാട് ഫുഖഹാക്കൾ, പല നമ്മളെ ബംഗാള പണ്ഡിതന്മാര് പലവരും ഇമാമത്തായിട്ടാണ് നിസ്കരിക്കാറുള്ളത്. അത് അഭിപ്രായം പരിഗണിച്ചിട്ടാണ്. കാരണം മൗമൂമായി നിസ്കരിക്കുമ്പോ ഷാഫി മദ്ഹബിൽ ഫാത്തിഹ ഓതൽ നിർബന്ധം. നേരെ മറിച്ച് മൗമൂമായി നിസ്കരിക്കുമ്പോ ഹനഫി മദ്ഹബിൽ ഫാത്തിഹാന്റെ പ്രശ്നം ഉദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ മൗമൂമായി നിസ്കരിക്കുമ്പോ ഷാഫി മദ്ഹബാകുമ്പോ ഫാത്തിഹ ഓതണം. അപ്പൊ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിനോട് അവർ എതിര് വരും. എന്നാ ഫാത്തിഹ മൗമൂമാകുമ്പോ ഫാത്തിഹ ഓതാതിരുന്നാലോ ഷാഫി മദ്ഹബ് പ്രകാരവും അത് പ്രശ്നമാവും. ഇമാമാണെങ്കിലോ ഷാഫി മദ്ഹബ് പ്രകാരവും ഹനഫി മദ്ഹബ് പ്രകാരവും ഫാത്തിഹ ഓതണം. 2 മദ്ഹബ് പ്രകാരവും ഇമാമാകുമ്പോ ഫാത്തിഹ ഓതണം. അപ്പൊ വലിയ ചില ഫുഖഹാക്കൾ സൂക്ഷ്മത പരിഗണിച്ച് ഒരു ഇമാമിനോട് എതിരില്ലാതെ വരാൻ വേണ്ടിയിട്ട് എന്താ നിസ്കരിക്കാറ്? ഇമാമായിട്ട് നിൽക്കുക. അപ്പൊ പിന്നെ ഷാഫി മദ്ഹബിനോട് എതിരില്ല, ഹനഫി മദ്ഹബിനോട് എതിരില്ല. നമ്മളെ കൊണ്ടൊന്നും അത് സാധിക്കൂല. അപ്പൊ നമുക്ക് ഇവിടെ 2ാം ഖൗല് പ്രകാരം സുന്നത്താണെന്ന് കരുതൽ നിർബന്ധം. അപ്പൊ ഉസല്ലിൽ ളുഹാന് മാത്രം കരുതിയാ പോരാ. എന്ത് കരുതണം? 2ാം ഖൗല് പ്രകാരം ഉസല്ലി സുന്നത്തൽ ളുഹ, ളുഹ എന്ന സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ തന്നെ കരുതിക്കാൽ. മുഅ്തമദല്ലെങ്കിലും നമ്മൾ ആ അഭിപ്രായം ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത്ര ഏതായാലും മുഅ്തമദ് എന്തുള്ളൂ? 2 നിസ്കരിക്കുന്നു എന്ന് കരുതുക, ഇന്ന നിസ്കാരം എന്ന് കരുതുക. അപ്പൊ ഇനിയിപ്പോ ഏത് പെരുന്നാൾ നിസ്കാരാണ്? പെരുന്നാൾ നിസ്കാരാണെങ്കിൽ എന്തുവാണോ? പെരുന്നാൾ നിസ്കാരാണെങ്കിൽ ചെറിയ പെരുന്നാൾ ഞാൻ നിസ്കരിക്കുന്നു, ചെറിയ പെരുന്നാൾ എന്ന സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമല്ല 150 പ്രകാരം. അല്ലെങ്കിൽ ബലി പെരുന്നാൾ ഞാൻ നിസ്കരിക്കുന്നു, ബലി പെരുന്നാൾ എന്ന സുന്നത്തിന് കരുതണ്ട. അവിടെ ഒരു കാര്യം, പെരുന്നാൾ അല്ലെങ്കിലും പെരുന്നാളിന്റെ സീസൺ അല്ലെങ്കിലും പെരുന്നാൾ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാ പോരാ. ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ, ബലി പെരുന്നാളാണെങ്കിൽ ഈദുൽ അക്ബർ അല്ലെങ്കിൽ ഈദുൽ അദ്ഹ പോലോടെ വേർതിരിച്ചു തന്നെ എന്തുവാനം കരുതണം. അയമായി തന്നെ തറാവീഹ്, ഉസല്ലി തറാവീഹ, തറാവീഹിനെ ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലിൽ വിത്ര, വിത്രിനെ ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെ കരുതിയാൽ മതി. ഏറ്റവും നല്ലത് ഉസല്ലി സുന്നത്ത തറാവീഹി, തറാവീഹ് എന്ന സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി സുന്നത്തൽ വിത്രി, വിത്ർ എന്ന സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി. അത് 2ാം ഖൗലും പാടെ പരിഗണിച്ചിട്ട്. അപ്പൊ ഏതായാലും ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം എന്തേ നിർബന്ധമുള്ളൂ? കാരണം ഉദയ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അതേമാതിരിക്ക് തന്നെ ഏത് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അവകളിലൊക്കെയും 2 കാര്യം നിർബന്ധമാണ്. നല്ല മനസ്സിലാക്കാൻ കേട്ടോ. ഈ കാരണം ഉദയ നിസ്കാരത്തിൽ നിന്ന് 10 സുന്നത്ത് നിസ്കാരം ഒഴിവുണ്ട്. 10 സുന്നത്ത് നിസ്കാരം ഒഴിവുണ്ട്. ഞാൻ പറയാം. ഇപ്പൊ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് കാരണം ഉദയ സുന്നത്ത് നിസ്കാരാണെങ്കിലും അല്ലെ, പള്ളിയിൽ കയറിയാലുള്ള 2 റക്അത്ത് സുന്നത്ത് അതെന്താണ്? പള്ളിയിൽ പ്രവേശിച്ചു എന്നതാണ് ആ നിസ്കാരം സുന്നത്താവാനുള്ള കാരണം. പക്ഷേ ആ നിസ്കാരം എന്തിന്റെ സ്ഥാനത്താണ്? മുത്തലക്കൻ സുന്നത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ പള്ളിയിൽ പ്രവേശിച്ച ഒരുത്തൻ സംഗതി തഹിയ്യത്ത് നിസ്കാരം കാരണം ഉദയ സുന്നത്ത് നിസ്കാരമാണെങ്കിലും ആ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഞാൻ ഇനി
ഇത് വരാം എങ്ങനത്തെ മുത്തലക്കം സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് പറയുന്നിടത്ത് അവിടെ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞ മസല എന്താ? ആവർത്തനം പരിവർത്തനമായിട്ട് കൂട്ടുക. കാരണം ഉദയ സുന്നത്ത് നിസ്കാരമോ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമോ ആണെങ്കിൽ അതിന്റെ നിയ്യത്തില് 2 കാര്യം നിർബന്ധമാണ്. ഒന്ന് നിസ്കരിക്കുന്നു എന്ന് കരുതുക, രണ്ടാമത്തേത് ഇന്ന നിസ്കാരമാണെന്ന് കരുതുക. ഇനി ഇവരേന്ന് സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയ്യത്തിന്റെ മസല ഞാൻ മുമ്പ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. ഏതെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിൽ അബദ്ധം വരാതിരിക്കാൻ ഞാൻ സൂചിപ്പിക്കാൻ മറക്കരുത്. പെരുന്നാളൊക്കെ വരുമ്പോ ചെറിയ പെരുന്നാളും ബലി പെരുന്നാളുമുണ്ട്. ചെറിയ പെരുന്നാൾ നിസ്കരിക്കുന്നു എന്ന് കരുതിയാ പോരാ. ചെറിയ പെരുന്നാളാണെങ്കിൽ ഈദുൽ ഫിത്തർ, ബലി പെരുന്നാളാണെങ്കിൽ ഈദുൽ അൽഹ അല്ലെങ്കിൽ ഈദുൽ അക്ബർ എന്തും പറയാം. അക്ബർ എന്നും പറയാം, അൽഹ എന്നും പറയാം. ബലി കഴിക്കുന്ന പെരുന്നാൾ എന്ന നിലയ്ക്ക് ഈദുൽ അൽഹ, നാലെണ്ണുണ്ട് വലിയ പെരുന്നാളി എന്ന നിലയ്ക്ക് തോന്നല്ല പെരുന്നാളി എനിക്ക് ഈദുൽ അക്ബർ എന്തും പറ്റും, ഇരിക്കട്ടെ. അതെപ്പോഴും ശ്രദ്ധ വേണം. അയമായിക്കുന്ന സൂര്യഗ്രഹണ നിസ്കാരം, ചന്ദ്രഗ്രഹണ നിസ്കാരം, അവരെ ഗ്രഹണ നിസ്കാരം എന്ന് കരുതിയാ പോരാ. സൂര്യഗ്രഹണ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അങ്ങനെ തിരിച്ചു കരുതണം. ഇനി ഇവരെ അതൊക്കെ അപൂർവമായ നിസ്കാരങ്ങളാണ്. എപ്പോഴും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ റവാത്തിബ് എന്ന സുന്നത്ത്, അല്ലെ? അത് കാരണം ഉദയ നിസ്കാരാണ്. ഫറള് നിസ്കാരം കാരണം സുന്നത്താവുക, അല്ലെ? ഫറള് നിസ്കാരം കാരണം നിസ്കാരാണല്ലോ, സമയം നിശ്ചയിക്കപ്പെട്ടതാണ്, അതിന് സമയമുണ്ട്, അല്ലെ? കാരണം ഇപ്പോൾ ളുഹറിന്റെ സുന്നത്ത നല്ല മനസ്സിലാക്കാൻ പറ്റും. സാധാരണക്കാര് പല്ലവരും വരുന്നൊരു ഇഷ്കാലുണ്ട്. അവർ ആദ്യത്തെ ഇഷ്കാൽ എന്താണ്? ഒരുപാട് ആൾക്കാരുടെ ഇഷ്കാൽ എന്താ? ളുഹറ് എന്നുള്ളത് ഉദാഹരണം, യശ ആയാലും സുബി എല്ലാ നിസ്കാരാണെങ്കിലും അങ്ങനെ തന്നെ. അതായത് ചില സാധാരണക്കാർ മനസ്സിലാക്കി വെച്ചത് എന്താ? ഫറള് നിസ്കാരത്തിന്റെ മുന്നേ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, മുമ്പുള്ളതായ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫറള് നിസ്കരിച്ചാൽ മുമ്പുള്ള സുന്നത്ത് ഖളാ ആയി. ഇല്ല, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഫറള് നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ മുമ്പത്തെ സുന്നത്ത് ഖളാ ആകൂല. ഞാൻ പറയുന്നത് ചില സാധാരണക്കാര് ആദ്യം ഒരു പള്ളിക്കണ്ട് വന്നാൽ എന്തായിരിക്കും, ഞാനിത് പറയാൻ കാരണം ഒരുപാട് ഗൾഫുകാരും സാധാരണക്കാർ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഉസ്താദെ വെള്ളിയാഴ്ച ജുമുഅക്കാണ്ട് ചെല്ലുമ്പോ ഖുതുബ അങ്ങനെ ഓതുന്നുണ്ടാവും, അപ്പൊ എപ്പോഴാ പിന്നെ ജുമുഅയുടെ മുന്നേ സുന്നത്ത് കരിക്കാൻ ഇല്ലേ? എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. നിങ്ങൾ ഗൾഫിലെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ പള്ളിയിലെത്തിയ ഒരു വാങ്കാദ്യം കൊടുക്കും. വെള്ളിയാഴ്ച ദിവസം ഗൾഫ് മേഖലയിൽ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യും? ളുഹറിന്റെ സമയം ആകുന്നതിന്റെ മുമ്പ് തന്നെ ളുഹർ വാങ്ങു കൊടുത്തിട്ടുണ്ടാവും. ഷാഫി മദ്ഹബ് പ്രകാരം അപ്പൊ സുന്നത്ത് കരിക്കാൻ പറ്റൂല. കാരണം ചില മദ്ഹബിൽ അങ്ങനെ കൗലുകൾ ഉണ്ടെങ്കിലും നിസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുമ്പ് വെള്ളിയാഴ്ചയാണെങ്കിലും സമയമാവുന്നതിന് മുമ്പ് വാങ്ങു കൊടുക്കാൻ പറ്റൂല. വാങ്ങു കൊടുത്താൽ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയം ആകുകയുമില്ല. അപ്പൊ ഗൾഫിലുള്ള പല മേഖലകളിലും ളുഹറിന്റെ സമയം ആകുന്നതിന്റെ മുമ്പ് വെള്ളിയാഴ്ച വാങ്ങു കൊടുക്കുന്നു. 11:30 11:45 വാങ്ങു കൊടുക്കും. എന്നിട്ട് പല സ്ഥലങ്ങളിൽ ചെയ്യും, യഥാർത്ഥമായ ളുഹറിന്റെ സമയം ആയാൽ ഉടനെ ഖുതുബ തുടങ്ങും. അപ്പൊ അവരെ പള്ളിയിൽ എത്തുന്നവർക്ക്, ഷാഫി മദ്ഹബ് പ്രകാരം പള്ളിയിൽ എത്തുന്നവർക്ക് ജുമുഅന്റെ മുന്നേ ഉള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കൂടുന്നില്ല, ഖുതുബ തുടങ്ങി എന്ന് ചോദിക്കുന്ന പലവരും. അത് ചോദിക്കാൻ കാരണം ഫറള് നിസ്കരിക്കലോടുകൂടെ സുന്നത്തിന്റെ സമയം കഴിഞ്ഞു എന്നൊരു ധാരണയാണ്. ആ ധാരണ തിരുത്തണം. മുമ്പുള്ള സുന്നത്തായാലും ശേഷമുള്ള സുന്നത്തായാലും ഫറള് നിസ്കാരം ഖളാ ആവലോടുകൂടെ അതിന്റെ ആ സുന്നത്തിന്റെ സമയവും ഖളാ ആവും. അപ്പൊ ഒരാള് ജുമുഅന്റെ സമയമായി ഖുതുബ തുടങ്ങി പള്ളിയിലെത്തിയപ്പോ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കരുത്, ഓന് ഖുതുബ ശ്രദ്ധിക്കാൻ വേണ്ടത് ഒരുപാട് മസല. അപ്പൊ ഞാൻ ഒറ്റവാക്കിൽ ഇപ്പൊ പറയാൻ, അപ്പൊ ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോ എന്ത് നിയ്യത്ത് വെച്ചാൽ മതി? ജുമുഅക്ക് മുമ്പുള്ളതായ 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. എന്തിന്റെ ആവശ്യമില്ല? ജുമുഅക്ക് മുമ്പുള്ളതായ 2 റക്അത്ത് ഖളാ ആയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിയ്യത്ത് വെച്ചിരുന്ന ഒരുപാട് സാധാരണക്കാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് തിരുത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് ഞാനത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പലവരും ഫോൺ വിളിച്ചു ചോദിക്കുന്ന ഒരു മസലയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊന്ന് പരസ്യമായി പറഞ്ഞത്. ഞാൻ അങ്ങനെയാവും. ചിലപ്പോ നമ്മൾ സുബൈക്ക് ചെല്ലാണ്. സുബൈക്ക് നമ്മൾ പള്ളിയിൽ എത്തി നോക്കുമ്പോ സുബൈന്റെ ജമാഅത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ അവരെ ജമാഅത്തിൽ പങ്കെടുത്തു. സുബൈന്റെ മുന്നേ 2 റക്അത്ത് സുന്നത്തുണ്ട്. നിർബന്ധമാണെന്ന് വരെ അഭിപ്രായമല്ല 2 റക്അത്ത് സുന്നത്താണ്. വേറെ കാര്യം. സുബഹിന്റെ മുമ്പുള്ളതായ 2 റക്അത്തില്ല, ആ 2 റക്അത്ത് നിർബന്ധമാണെന്നാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. അത്ര ശക്തമത്തായ ഒരു സുന്നത്താണ്. അള്ളാഹു നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ പള്ളിയിലെത്തി വെക്കുമ്പോ സുബൈന്റെ ജമാഅത്ത് തുടങ്ങിയിരിക്കുന്നു. ആ 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അതും ഞാനൊരു മസല പല പ്രാവശ്യം പറഞ്ഞത് കേൾക്കാത്തവരുണ്ടെങ്കിൽ നടത്തുകയാണ്. ചില സാധാരണക്കാർക്കൊരു തെറ്റിദ്ധാരണ, അസറിന്റെ മുമ്പുള്ളതായ സുന്നത്ത് അല്ലെങ്കിൽ സുബൈന്റെ മുമ്പുള്ളതായ സുന്നത്ത് മുമ്പ് നിസ്കരിക്കാൻ കൂടിയില്ലെങ്കിൽ പിന്നെ സുബൈ നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, അസർ നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാരണ പല സാധാരണക്കാർക്കുണ്ട്. ആ ധാരണ അവരെ പിടികൂടിയത് എങ്ങനെയാണ്? സുബൈ നിസ്കരിച്ചാൽ പിന്നെ നിസ്കാരം പാടില്ല, അസർ നിസ്കരിച്ചാൽ പിന്നെ സൂര്യൻ അസ്തമിക്കോളം നിസ്കാരം പാടില്ല എന്നുള്ള ഒരു പൊതുമസ്അലയിൽ നിന്ന് സുബൈയുടെ മുമ്പുള്ളതായ സുന്നത്ത് അതിന്റെ മുമ്പ് നിസ്കരിച്ചാൻ കൂടിയില്ലെങ്കിൽ, അസറിന്റെ മുമ്പുള്ളതായ സുന്നത്ത് അതിന്റെ മുമ്പ് നിസ്കരിച്ചാൻ കൂടിയില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. ആ ധാരണ ശരിയല്ല. മറ്റു ചോദ്യങ്ങളിലേക്കൊന്നും കടക്കൂല, പബ്ലിക്കിൽ ആരും ഒരിക്കണ്ട എന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഇങ്ങനെ പറയുമ്പോ ഈ തൃപ്തിബോധ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നോക്കിങ്ങള് സുബഹിൻ അപ്പൊ മുമ്പുള്ളതായ സുന്നത്ത് ഒരാള് ഫറള് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ കൂടിയില്ല എന്നതിന്റെ പേരിൽ, ഫറള് നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ മുമ്പുള്ള സുന്നത്ത് ഖളാ ആകൂല. അപ്പൊ ഒരാൾക്കൊരു ഇഷ്കാല് വരുട്ടോ. എന്താ ഇഷ്കാല്? ആ ഇഷ്കാല് നല്ലതാണ്. എല്ലാ ഉസ്താദെ ഞങ്ങൾ അറിയാതെ അങ്ങനെ ഖളാഇന് കരുതിയത് ഇപ്പൊ എന്തായി? ഒരു കുഴപ്പമില്ല, നമുക്ക് അറിയാതെ കരുതിയതാണ്, കൽപ്പിച്ചൂട്ടി കരുതിയതല്ലല്ലോ. നമുക്ക് അറിയാതെ ഇത് ഖളാ ആവുന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കരുതി പോയതല്ല, നമ്മൾ നിസ്കാരം കൊണ്ട് കളിച്ചതല്ലല്ലോ. അവരെ നമ്മൾ അദായിന്റെയും ഖളാഇന്റെയും മസ്അല നമുക്ക് ഉപകാരം ചെയ്യാം. പലവരും അങ്ങനെ എന്റെ അനുഭവത്തിലും ചില ആൾക്കാർ നിയ്യത്ത് മലയാളത്തിൽ വെക്കുമല്ലോ അല്ലെ? നിയ്യത്ത് മലയാളത്തിൽ വെക്കുമ്പോ നമ്മളെങ്ങനെ പോലത്തെ എന്താണ് ചിലോല് കേട്ടാ. അതായത് ചിലവര് ലുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഖളാ ആയിട്ട് നിസ്കരിക്കുന്നു, അത് നിയ്യത്ത് വെക്കും. ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, എന്താ നിസ്കാരം കഴിഞ്ഞാൽ അതെന്താ ഇങ്ങനെ നിയ്യത്ത് വെച്ച്? അത് ഉസ്താദെ നിക്ക് ലുഹറിന്റെ മുന്നേ നിസ്കരിക്കാൻ കൂടിയിട്ടില്ല. അപ്പൊ പല സാധാരണക്കാരും ഒരു ധാരണയാണ്, മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഫറള് നിസ്കരിച്ചാൽ അത് ഖളാ ആവും. അങ്ങനെയില്ല. എപ്പോഴാണോ ഈ ഫറള് നിസ്കാരം ഖളാ ആവുന്നത് അതോടുകൂടെ ഇതും ഖളാ ആവും. അങ്ങനെയാണ് അവസരം. ശേഷമുള്ളതാണെങ്കിൽ ഇനി ശേഷമുള്ളതാണെങ്കിൽ അത് ചെറിയ ഇഷ്കാല് ചിലർക്ക് ഉണ്ടാവും. ശേഷമുള്ള നിസ്കാരം മുമ്പ് കഴിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ശരീരം അങ്ങനെ ഒരു ഇഷ്കാല് വരും. കാരണം നിസ്കാരം ഫറള് നിസ്കാരം കഴിഞ്ഞേക്ക് ബസ് കയറണം. അപ്പൊ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ സമയം കിട്ടൂല. മുമ്പാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒഴിവുണ്ട്. അപ്പൊ ശേഷമുള്ളത് മുമ്പന്നെ അത് നിസ്കരിക്കുക, അത് പറ്റൂല. എന്നെങ്കിലും നായി ആവശ്യത്ത് ഇപ്പൊ തന്നെ വെന്നൂറ്റി പോയി കിടക്കണ്ട, നായി ആവുമ്പോ വെന്നൂറ്റി പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞ മാതിരി ഫറള് നിസ്കരിച്ചിട്ട് അത് കഴിക്കാൻ പറ്റില്ല. ഫറള് നിസ്കരിക്കാൻ പോകുന്നെന്തിച്ചിട്ട് ഇപ്പൊ തന്നെ അതിന്റെ മുമ്പല്ല സുന്നത്ത് കഴിക്കാൻ പറ്റൂല. അത് ഫറള് നിസ്കരിച്ചാലേ അതിന്റെ സമയം ആവുള്ളൂ. എന്നെങ്കിലും നിസ്കരിച്ചിട്ട് മുൻകൂട്ടി അത് നിസ്കരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഇനി അവർ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് റവാത്തിബ് എന്ന സുന്നത്തുകൾ ഇടയ്ക്ക് മനസ്സിലാക്കണം. പലവരും അൽഹംദുലില്ലാഹ് വിത്റും അവ്വാബീനും ളുഹയും തഹജ്ജുദൊന്നും ഇല്ലെങ്കിലും ഫറള് നിസ്കാരങ്ങളുടെ കൂടെയുള്ള സുന്നത്തുകൾ നിസ്കരിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. ആകെ 22 റക്അത്ത്, മുഅക്കദ് 10 റക്അത്ത്. അള്ളാഹു മുഅക്കദെങ്കിലും നിലനിർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അവരങ്ങൾ നിയ്യത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താ? ളുഹർ, പിന്നെ ഇശാ, മഗ്രിബ്, ഈ 3 നിസ്കാരല്ലേ? ഞാൻ വേർതിരിച്ച് പറയാം. ളുഹർ, മഗ്രിബ്, ഇശാ, ളുഹർ ആരും പേക്കത്. ഈ 3 നിസ്കാരങ്ങളുടെ മുമ്പുള്ളതായ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോ എങ്ങനെ നിയ്യത്ത് വെക്കണം?
ളുഹറിന്റെ മുമ്പുള്ളതായ സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ളുഹറിന്റെ മുമ്പുള്ളതായ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കണം. മുമ്പുള്ളത് എന്ന് പ്രത്യേകം കരുതണം. എന്താ കാരണം? ശേഷം ഇതിൽ നിസ്കാരമുണ്ട്. ളുഹറിന്റെ ശേഷം നിസ്കാരമുണ്ട്, ളുഹറിന്റെ മുമ്പും നിസ്കാരമുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മുമ്പുള്ളത് ശേഷമുള്ളത് കല്ലും നെല്ലും വേർതിരിച്ചു കരുതണം. അവിടെ ഒരു ചെറിയ ഇഷ്കാല്. ഒരാള് എന്താണ് ഫറള് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഫറള് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്നെ മുമ്പുള്ളതായ സുന്നത്ത് നിസ്കരിക്കാനോ, എന്നാലും ശരി മുമ്പുള്ളത് ഖബലിയത്ത് എന്ന് കരുതണം. ചില ഇമാമിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട്, ഓൻ ളുഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്നെ മുമ്പുള്ളതായ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ മുമ്പുള്ളത് എന്ന് കരുതണ്ട. കാരണം ഏതായാലും ളുഹറിന്റെ മുന്നല്ലേ, ഫറളിന്റെ മുന്നല്ലേ നിസ്കരിക്കണ്. മുഅ്തമദ് അങ്ങനെയല്ല. മുമ്പാണ് നിസ്കരിക്കണമെങ്കിലും അല്ലെങ്കിൽ ഫറള് നിസ്കരിച്ചിട്ടാണ് മുമ്പുള്ളതായ സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിലും വേറെ കരുതണം. എവിടെ? ളുഹർ, ഇശാ, മഗ്രിബ്. കാരണം ഈ 3 നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിസ്കാരവും ഉള്ളൂ. നേരെ മറിച്ച് സുബഹി, അസർ എന്ന 2 ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്തില്ല. സുബഹിന്റെ മുമ്പേന്ന് 2 റക്അത്ത്, അസറിന്റെ മുമ്പ് 4 റക്അത്ത്. അസറിന്റെ ശേഷം അസറുമായി ബന്ധപ്പെട്ട ഫർള് നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തില്ല, സുബഹിന്റെ ശേഷവുമില്ല. അപ്പൊ സുബഹിയും അസറും നിസ്കരിക്കുമ്പോ എന്ത് നിർബന്ധമില്ല? ഫലാ യജിബുനി ഫീ റവാത്തിബിഹിമ. സുബഹിന്റെയും അസറിന്റെയും റവാത്തിബിൽ നിർബന്ധമില്ല. നിയ്യത്തുൽ ഖബലിയത്തി, മുമ്പുള്ളതായ 2 റക്അത്ത് എന്ന് കരുതൽ നിർബന്ധമില്ല. ഇത് ലാ ബഅദിയ്യത ലഹുമ, കാരണം അതിന് ശേഷം നിസ്കാരമില്ല. അപ്പൊ ആദ്യം ആകമേ മുമ്പുള്ളൂ. അപ്പൊ അവരൊന്നും കൂടി പറയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. ഇത് ഷഹീദ് വരുന്ന ഇഷ്കാലാണ്. അവനക്ക് ഇഷ്കാല് ഭയങ്കര, അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്കാല് തീരുന്നുണ്ട്. അപ്പൊ അവനക്ക് തോന്നും എന്ത്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഒരാള് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്. അപ്പോഴും എന്ത് കരുതിയാൽ മതി? സുബഹിക്കുള്ളതായ സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ സുബഹിന്റെ സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. മുമ്പുള്ളത് എന്ന് കരുതിക്കോളണം എന്നില്ല. മനസ്സിലായോ? പലവർക്കുള്ള ഇഷ്കാലികളാണ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോ മുമ്പുള്ളത് ശേഷമുള്ളത് എന്ന് കരുതണോ കരുതണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ മുമ്പുള്ളതായ മുമ്പും ശേഷവുമുള്ള ഫർള് നിസ്കാരങ്ങളുണ്ട്, മുമ്പ് മാത്രമുള്ള ഫർള് നിസ്കാരങ്ങളുണ്ട്. മുമ്പും ശേഷവുമുള്ള ഫർള് നിസ്കാരമാണ് മഗ്രിബിയും ഇശാഉം ളുഹറും. ഈ ഫർളുകളുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോ മുമ്പുള്ളത് നിസ്കരിക്കുമ്പോ മുമ്പുള്ളത്, ഫർളിന്റെ മുന്നേ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ മുമ്പുള്ളത് എന്ന് കരുതണം, ശേഷമുള്ളത് ശേഷം എന്ന് കരുതണം. ഇനി അവിടെ തന്നെ മുമ്പുള്ള സുന്നത്ത് ഫർളിന്റെ ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ അദാ തന്നെയാണ്, ഖളാ എന്ന് കരുതേണ്ട ആവശ്യമില്ല. ഖളാ എന്ന് കരുതാതിരിക്കുകയാണ് വേണ്ടത്. ഫർള് നിസ്കരിച്ചു എന്നതുകൊണ്ട് മുമ്പുള്ള സുന്നത്ത് ഖളാ ആവുകയില്ല. ഈ ഫർള് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണോ കഴിയുക അതോടുകൂടെ അതിന്റെ മുമ്പുള്ളതായ സുന്നത്തിന്റെ സമയവും കഴിയുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി പറയാം, ഇപ്പൊ നമ്മൾ കാരണം ഉദയ സുന്നത്ത് നിസ്കാരം, സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളുടെ വിധിയാണ് പറഞ്ഞത്. ഇനി 2 റക്അത്തിന് കരുത്, അവർക്ക് സുന്നത്തുള്ളൂ. ഞാൻ അവിടെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. മുമ്പ് കഴിഞ്ഞ റമദാനിൽ വാട്സാപ്പിൽ കണ്ടിട്ട് വല്ലാതെ ഇളകി മറിഞ്ഞൊരു മസല, തറാവീഹിൽ നിന്നു 2 റക്അത്ത്, വിത്റിൽ നിന്നു 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണോ കരുതണ്ടേ? ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം
തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി. ഇപ്പൊ തറാവീഹ് ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, വിത്തർ ആവശ്യമാണ്. വിത്തർ ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഉള്ള നിസ്കാരം. അപ്പൊ 2 റക്അത്തിൽ അധികമുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിലും അവിടെ വിത്തർ എന്ന സുന്നത്ത് 2 റക്അത്ത് അല്ലെങ്കിൽ വിത്തർ എന്ന സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. വിത്തറിൽ നിന്നു 2 റക്അത്ത് എന്നു കരുതൽ നിർബന്ധം ഇല്ല ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായ പ്രകാരം. പക്ഷേ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനെ പോലോത്തവർക്ക് എന്താ അഭിപ്രായം ഉണ്ട്? അങ്ങനെ പോരാ. വിത്തറിൽ നിന്ന് 2 റക്അത്ത് അല്ലെങ്കിൽ തറാവീഹിൽ നിന്ന് 2 റക്അത്ത് എന്ന് കരുതണം എന്ന അഭിപ്രായം ഷാഫി മദ്ഹബിൽ അംഗീകരിക്കാവുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് അതിൽ നിന്ന് 2 റക്അത്ത് എന്ന് കരുതിക്കോണം എന്നില്ല. തറാവീഹ് എന്ന നിസ്കാരം അല്ലെങ്കിൽ തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത്, വിത്തർ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് എന്ന് കരുതിയാലും നിസ്കാരം അത് സഹിയാവുന്നതാണ്. ഇനിയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സുന്നത്ത് നിസ്കാരങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു അവസരമാണ് മുത്ലഖൻ സുന്നത്ത് നിസ്കാരം. നല്ല ശ്രദ്ധിക്കാം, മുത്ലഖൻ സുന്നത്ത് നിസ്കാരം. അതിന്റെ ഇടയിലൊരു മസല ഞാൻ പറയാത്ത, ഞാൻ മുമ്പൊക്കെ പറഞ്ഞതാ സ്വഭാവ, പറയാത്തതൊന്നുമില്ല. നമ്മൾ 2-3-4 കൊല്ലം മുന്നേ പറഞ്ഞത് നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവും ഈ ബേജാറില്, അല്ലെങ്കിൽ കേൾക്കാത്തോളുണ്ടാവും. സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെയാണ് അതിന്റെ അവസരം, പള്ളിക്ക പോയിട്ടല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ റവാത്തിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ, ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരക്കില്ലേ, അത് വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. ചില ആൾക്കാരെന്ത് ചെയ്യും, ചില ആൾക്കാർ പള്ളിക്ക പോയിട്ടാന്തോ അല്ലേ, അങ്ങനെ അത്രത്തോളം മസലുണ്ട്. ഇപ്പൊ ലുഹറിന്റെ മുന്നല്ല 2 റക്അത്ത്, ഒരു ഉദാഹരണം. അത് ഓനിക്ക് കഅബന്റെ ഉള്ളിൽ പോയിട്ട് നിസ്കരിക്കാൻ ചാൻസ് കിട്ടി നോക്കുക. കഅബന്റെ ഉള്ളിൽ പോയിട്ട് അല്ലേ, എല്ലാവർക്കും ആ ചാൻസ്. അത് വേണ്ട സ്വഭാവ. ഈ മൈക്കേലും അച്ചുമ്പുലിയും കൂത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്താൽ അത് പച്ചപ്പാവായി. നമ്മളെ അത് കോലാക്കല്ലേ, ഒന്നിങ്ങത്തെ ഇൻവൈറ്റ് ചെയ്യാനോ സുഖം കിട്ടുന്നില്ല. അതിങ്ങത്തെ ഒന്നായിട്ട് ലോതാക്കി വെച്ചിട്ടാണ് കൊടുക്കാനേ, അതിന് ഇന്നത് ഒഴിവായിക്കാതാ. ഓൻ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം കിട്ടും. ഞാനും സ്വാമി അങ്ങനെയായി. ഓൻ എന്തെങ്കിലും ഒന്ന് പറയാതെ ഉറക്കം കിട്ടൂല. അല്ലാഹു തആല സ്വർഗത്തിൽ നമ്മളെല്ലാവരും സ്നേഹത്തോട് കൂടെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നത് നല്ലോണം കുടുങ്ങിക്കണ്. നല്ലോന്ന് കേട്ടുജലീന്റെ പ്രസംഗം കഴിഞ്ഞേക്കാ ഉസ്താദ് എവിടെയെന്ന് വെച്ചപ്പോ ഞാനത് ക്ലോസ് ആക്കി, കൽപ്പിച്ചുറ്റി ക്ലോസ് ആക്കിയതാ. കാരണം മുമ്പത്തെ മാതിരി ഉറക്കം വയ്യാണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ആയുസ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. കാരണം ഏകദേശം 12 മണിയായി. പിന്നെ മൈക്കൽ വന്നാൽ 1 മണി 1:30 ആവും. വയസ്സ് 50 കഴിഞ്ഞ് 37 കേൾക്കണ്ട. 37 ഇപ്പൊ ഞാനൊരു 40 വയസ്സ് വെച്ചിട്ട് ഇങ്ങനെ നടക്കാണ്. കാരണം നമ്മൾ തിരിച്ചൽകാരും കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നടക്കാണ്. തിരിച്ചൽകാരന് 33 ആയിട്ടല്ലേ, അതും ഇങ്ങനെ കാണിച്ചു കൊടുത്തങ്ങാണ്ട് ജനന സർട്ടിഫിക്കറ്റും എല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആയുസ് നൽകുമാ. ഞങ്ങൾ ഉസ്താദായി കൊത്തിച്ചിട്ട് ഒരു തമാശ പറഞ്ഞു. അപ്പൊ ഏതായാലും നിങ്ങൾ നോക്കി, ഇത് കഅബത്തിന്റെ ഉള്ളിൽ എല്ലാവർക്കും കഅബത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. അതിനൊക്കെ ഭാഗ്യം വേണം. അല്ലാഹു തആല നമ്മളെ എല്ലാ നേതാക്കന്മാർക്കും നമുക്ക് എല്ലാവർക്കും കഅബത്തിന്റെ ഉള്ളിൽ കയറാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, ളുഹറിന്റെ മുന്നല്ല 2 റക്അത്ത് സുന്നത്ത്. ഒരു ഉദാഹരണം, ഒരാള് ഒരു പരസ്യം മക്കത്ത്, എന്താ മക്കത്ത്, ഇന്ന് ളുഹറിന്റെ മുന്നേയുള്ള 2 റക്അത്ത് സുന്നത്ത് എല്ലാവർക്കും കഅബയിൽ വെച്ച് നിസ്കരിക്കാനുള്ള അവസരം രാജാവ് നൽകിയിട്ടുണ്ട്. അല്ല, അങ്ങനെ വന്നു നിൽക്ക്. ആരിപ്പോ ചോദ്യങ്ങളൊന്നും അയക്കല്ലേ, ആരും ഒന്നും അയക്കല്ലേ, 2 ഭാഗവും 3 ഭാഗമൊക്കെ ആണ്. അങ്ങനെ ഒരു ഇത്, അങ്ങനെ കഅബന്റെ ഉള്ളിൽ പോയിട്ട് നിസ്കരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി, ഒരു റവാത്തിബ് സുന്നത്ത് നിസ്കാരം. എന്നാലും ശരി, അത് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ. എന്താ നിങ്ങൾക്ക് മനസ്സിലായി? നമ്മള് ചിലത് അഫ്ളലിന് നമ്മൾ മനസ്സിലാക്കും, യഥാർത്ഥത്തിൽ മസ്സൽ അങ്ങനെ ആയിക്കോന്നില്ല. അപ്പൊ കഅബത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കാനുള്ള ചാൻസ് കിട്ടിയാലും ശരി, റവാത്തിബ് ഒന്നിലേക്ക് അവൻ താമസിക്കുന്ന റൂം, ഇപ്പൊ ഗൾഫുകാരൊക്കെ ആവുമ്പോ റൂം, നമ്മളെ നാട്ടിലൊക്കെ ആവുമ്പോ നമ്മളെ വീട്. കാരണം റിയായിൽ നിന്ന് കഴിച്ചിലാവുന്ന കുറെ റിയായിൽ നിന്ന് കഴിച്ചിലാവും. ഇനി ശേഷമുള്ള സുന്നത്തും അങ്ങനെ തന്നെ. പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരിക,
അല്ലെങ്കിൽ റൂമിലേക്ക് വരിക, എന്നിട്ട് റൂമിൽ വെച്ച് നിസ്കരിക്കുക. പക്ഷെ സവാമക്കും നിക്കൊക്കെ നല്ലത് പെരേനെന്നെ അല്ല, ആ ശേഷമുള്ള സുന്നത്ത് പള്ളിക്കന്നെ നിസ്കരിക്കലാവും നന്നാവുക. കാരണം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ വാട്സാപ്പും ഫേസ്ബുക്കും ആയി റൂമിലെത്തിയിട്ട് നിൽക്കാനും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. ആ നിൽക്കാനത് കൊലായി പോകുന്നു മാത്രം. അതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വൈക്കന്ന് കാണും, വർത്താനം പറഞ്ഞ് ഒളും മുറിഞ്ഞ് അവസാനം ആ നിൽക്കാനത് തുമ്പില്ലാതായി കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ റൂമിലെത്തിയ ഈ നിസ്കാരം കൊലാകും, അല്ലെങ്കിൽ എന്റെ ഒളും മുറിയും. റൂമിലെത്തിയാൽ ഞാൻ ഒളുണ്ടാക്കാൻ വെള്ളമില്ല, അല്ലെങ്കിൽ ഞാൻ റൂമിലെത്തിയ വേറെ എന്തെങ്കിലും ഷുഗലാകും എന്നൊക്കെയും കാണുമ്പോ നമ്മൾ ആ പള്ളിക്കന്നെ നിസ്കരിച്ച് ഇങ്ങനത്തെ ഇറങ്ങലാണ് നല്ലത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും നമുക്ക് ആ കരയ്ക്ക് എന്റെ സ്വഭാവം നിൽക്കാതെ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതേ, അങ്ങനെ കരയ്ക്കിന് അറിയിക്കാൻ സ്വഭാവം. അള്ളാഹു ദീർഘാഫിയത്ത് നൽകട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയട്ടെ, ഇനി മുത്തിലക്കൻ സുന്നത്ത് നിസ്കാരം. സമയം പോകുന്നുണ്ട്. മുത്തിലക്കൻ എന്താ? എന്റെ ഈ മുത്തിലക്കൻ അത് വരുമ്പോ ഇറങ്ങുന്നുണ്ടല്ലോ അറബി ആവുമ്പോ, അതായത് കാരണമില്ല സമയമില്ല. അതാണ് ഇപ്പൊ ഈ മുത്തിലക്കൻ സുന്നത്ത് നിസ്കാരം തന്നെ. അല്ലാതെ ഇപ്പൊ അതിപ്പോ ഗൾഫ് കന്തേരിയയിൽ മാത്രം കിട്ടുന്ന നിസ്കാരമല്ല. മുത്തിലക്കന്റെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാ മാത്രം. സമയമില്ല, എന്തുമില്ല, ഒരു കാരണമില്ല. അങ്ങനത്തെ നിസ്കാരത്തിനാണ് മുത്തിലക്കൻ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അങ്ങനത്തെ സുന്നത്ത് നിസ്കാരത്തിൽ എന്തേ നിർബന്ധമുള്ളൂ? ഞാൻ നിസ്കരിക്കുന്നു, വേറെ ഒന്നും നിർബന്ധമില്ല. ഓർക്കിങ്ങനെ സവാമക്ക് ഒഴിഞ്ഞു നിന്നപ്പോൾ പൂതി, എത്ര കാലായി ഈ ഫറല് മാത്രം ഞാൻ നിസ്കരിച്ചിറക്കുന്നത്. ഏതായാലും ഇപ്പൊ കൂലിയൊക്കെ കഴിഞ്ഞു ഒന്നുണ്ടാക്കി. ഞാനത് മറന്നിട്ടോ, ഞാൻ പറയാം, അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നോക്കി നിങ്ങള് കുലിക്കുന്നതിന്റെ മുമ്പ് ഒന്നുണ്ടാക്കും അല്ലേ? സുന്നത്തല്ലേ? സവാമെന്ന ആ സുന്നത്ത് ഒഴിവാക്കൽ തന്നെ അല്ല. ഏത് ആ കുലിക്കുന്നതിന്റെ മുമ്പ് സുന്നത്തായ കുലിയാണെങ്കിലും ഉജൂബായ കുലിയാണെങ്കിലും അതിന്റെ മുമ്പ് ഒതുണ്ടാക്കൽ സുന്നത്ത. അപ്പൊ കുലിയുടെ മുമ്പ് നമ്മൾ ഒരു ഒതുണ്ടാക്കിയിട്ടുണ്ട്. ആ ഇനി 2 റക്അത്ത് സുന്നത്തുണ്ട്. ഇനി കുലിച്ചാലോ 2 റക്അത്ത് സുന്നത്തുണ്ട്. അതെ, ഞമ്മക്കത് അറിയാതെ പോയതാ. എന്റെ സഹോദരിമാര് ചെയ്യുന്ന കുഴപ്പാ. ഈ മസ്അലക്ക് ഞാൻ വിശദീകരിച്ചാൽ എന്റെ ഒരുപാട് KMICയുടെ സഹോദരിമാർ അത് ചെയ്യുന്ന കുഴപ്പമുണ്ട്. മിഞ്ഞാന് ഒളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിന്റെ പരിപൂർണമായ രൂപം 1 റക്അത്തിൽ ചൊല്ലേണ്ടതും വിക്റും ശേഷമുള്ള സുന്നത്തൊക്കെയും പറഞ്ഞപ്പോ നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ഒരു സഹോദരി, ഞാൻ ആ പേര് പറയില്ല, ആ സഹോദരി നിസ്കരിച്ചിട്ട് എന്റെ ഭാര്യക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉസ്താദ് പറഞ്ഞ മാതിരി നിസ്കരിച്ചു എന്നാണ്. ഞാൻ ഉസ്താദിന് വേണ്ടിയിട്ടും ദ്വാരന്നിട്ടുണ്ട്, ക്ലാസ് റൂമിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ദ്വാരന്നിട്ടുണ്ട്. ഞാൻ ആ ഉസ്താദ് പറഞ്ഞ മാതിരി ആ ആയത്തും ദിക്റും ചൊല്ലി നിസ്കരിച്ചു. അള്ളാഹു താല അവരുടെക്കും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബൊക്കെ ശുദ്ധീകരിച്ച് തരട്ടെ. അപ്പൊ അതാ നമ്മൾ മസ്അലാണ്ട് കേട്ടാൽ നമ്മളെ പെണ്ണുങ്ങൾ നിസ്കരിക്കും. സവാമ അനക്കും നിക്കും നിസ്കരിക്കാൻ നേരല്ലെങ്കിലും നിസ്കരിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ കൊലിയുടെ മുമ്പ് ഒലുണ്ടാക്കൽ സുന്നത്ത. ആ ഇനി എന്ത് സുന്നത്തുണ്ട്? 2 റക്അത്ത് സുന്നത്തുണ്ട്. കൊലിച്ച് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. കുലി കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. ഈ കുലി കഴിഞ്ഞാലൊക്കെ എത്ര സുന്നത്തുണ്ട്? പല പെണ്ണുങ്ങളും ചെയ്യാതെ പോവുകയാണ്. എല്ലാവരും ഇങ്ങനത്തെ ഗർഭം ധരിച്ചാല് പിന്നെ അവരുടെ വേദന ഇവരുടെ വേദന, സുഖപ്രസവത്തിന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം, ലേഡി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കണം. സവാമ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സ്ത്രീകളെ ഹൈല രക്തം, പ്രസവ രക്തം ഇത് നിന്നിട്ട് കുലിച്ചു കഴിഞ്ഞാൽ ഒരു പഞ്ഞിരിക്കുക, ആ പഞ്ഞിയിൽ അല്പം സുഗന്ധാക്കുക, എന്നിട്ട് അവിടെ കൊണ്ടേക്കുക. എവിടെ അരിങ്ങഞ്ഞോയി ഒഴിച്ചത് നല്ല കാര്യം, വലിയ സുന്നത്താ. സാധാ നിർബന്ധമായ കുലിയിലിട്ടോ, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടുള്ള കുലിയിൽ അതില്ല, ആ സുന്നത്തില്ല. കാരണം അവിടെ ആ ഭാഗം വൃത്തികേടൊന്നും ആയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ഒരു പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണാണ്, 10-40 ദിവസം അശുദ്ധിയായി മലിനമായി കിടക്കുകയാണ്. മെൻസസ് പീരിയഡ് ആണ്, ഒരു 6-7 ദിവസം മലിനമായി കിടക്കുകയാണ്. എന്താ അതുകൊണ്ടുള്ള ഉപകാരം? നിങ്ങൾ സുഖപ്രസവം നടക്കുന്ന അത് ചെയ്തു നോക്കി. എന്നിട്ട് തന്നെ നിങ്ങളുടെ 3 പാദം ഓപ്പറേഷൻ ആയത്, അത് വേറെ ജോലിയാണ്.
സവാമ എതിർത്ത ബൈക്ക് ചെയ്യാൻ എന്നിട്ട് തന്നെ ഇപ്പൊ 3 ഓപ്പറേഷൻ ചെയ്തത്. അതൊക്കെ അല്ലാഹു തആല മഹാന്മാർക്ക് ദറജ ഏറ്റാനുള്ള ഒരു പരീക്ഷണായി കൂട്ടിയാൽ മതി. അതും പറയണം. എന്നിട്ട് തന്നെ എന്തൊക്കെയും ചെയ്തിട്ട് തന്നെ 3 ഓപ്പറേഷൻ എന്ന് പറയരുത്. അതൊക്കെ മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ മഹാന്മാർക്ക്. അത് ബന്ധിപ്പോ മൊല്ലാക്ക പൂരം കാണാൻ പോയ കഥ പറഞ്ഞ മാതിരി ഇപ്പൊ സവാമ കേട്ടിട്ടില്ല മൊല്ലാക്ക പൂരം കാണാൻ പോയത്. എവിടെങ്കിലൊക്കെ നമ്മൾ വീണോത്ത് കാണും ഉരുളുണ്ട്. ഏതായാലും വലിയ ബറക്കത്താണ് കേട്ടോ. വലിയ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കാതെ പോയ സുന്നത്താ. എനിക്കുറപ്പാ ഒരുപാട് പെണ്ണുങ്ങൾക്കൊന്നും ഈ മസല അറിയില്ല. ഞങ്ങൾക്ക് അറിയില്ലാന്നല്ല, പല ക്ലാസ്സിലും പറയുമ്പോ പെണ്ണുങ്ങൾ എത്ര കാലായി ഇപ്പൊ ഞങ്ങളൊക്കെ കുലിക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. നല്ല സുഗന്ധം പിന്നെ മിസ്കൊക്കെയാണ് സാറ്. നിങ്ങളൊക്കെ കസ്തൂരി കിട്ടാല്ലെങ്കിൽ സുഗന്ധം കിട്ടാല്ലെങ്കിൽ മന്നേക്കണം. നിങ്ങളെ ഇറങ്ങാ എന്താ ഒരു കൂലി കഴിഞ്ഞു, മെൻസസ് പീരിയഡ് കൂലി കഴിഞ്ഞു, 4 കൂലി കഴിഞ്ഞിട്ട് സുഗന്ധം കിട്ടാല്ലെങ്കിൽ ചകരം മണ്ണെങ്കിലും തേക്കണമെന്ന. അങ്ങനെ തന്നെയല്ലേ മത്തി കഴുകി കഴിഞ്ഞാല് സോപ്പ് ഇട്ടില്ലെങ്കിൽ അവര് മണ്ണിട്ട് കൈ വെക്കുന്നില്ല ഞങ്ങള് സവാമ. നമ്മൾ ഈ മത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യിനൊരു വാസന ഉണ്ടാവും അല്ലേ. പഴയ കാലത്ത് തള്ളാലൊക്കെയും ചെയ്ത് ഇന്നിപ്പോ ഈ ഹാൻഡ് വാഷും സോപ്പൊക്കെ ഇറങ്ങിയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഈ മത്തി അയില പോലത്തെ മീൻ ഉണ്ടാക്കിയാൽ എന്താവും, കൈ ഒരു പ്രത്യേക വാസനക്കാണ്. ആ മറ്റിയുടെ വാസന അല്ലേ, അല്ലെങ്കിൽ ആ അയിലയുടെ വാസന നമ്മളെ പുതിയാപ്പുറ കോരി മാന്തലൊന്നും ഉണ്ടാക്കും പോലെയല്ല. അപ്പൊ നമ്മളെ പ്രായമായ തള്ളാരൊക്കെ എന്താ ചെയ്ത് കാര്യങ്ങള് സാധാരണ തേക്കാത്ത ചുമലേക്കാലം ഈ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കി ചുമല് വെച്ച വീടുകളായിരുന്നു പഴയ കാലത്ത്. ഇന്നൊന്നും ഇപ്പൊ തേക്കാൻ സ്ഥലമില്ല. എന്റെ അമ്മന്റെ ജ്യേഷ്ഠന്റെ വീട് കയറ്റുമ്പോൾ വർത്താനം പറഞ്ഞു, അള്ളാഹു ഉമ്മയുടെ കബർ സന്തോഷാക്കി കൊടുക്കട്ടെ. കാരണം ജ്യേഷ്ഠന്റെ വീട് കയറ്റുമ്പോ ഞാനതിന് നേതൃത്വം നൽകിയിരുന്നു. എന്റെ അമ്മ വെറുതെ തമാശ പറഞ്ഞു, എടാ മീൻ കഴുകിയാല് കയ്യൊന്നും അഴുതാല ഭാഗം തേക്കാതെ ചകരത്താൽ അത് നല്ലതാണ്. തമാശയില് മൊത്തം പേരെ ഫുള്ള് തേക്കലാണല്ലോ. അവന്റെ അമ്മ പഴയ കാലത്തൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തീന്. മീൻ ഉണ്ടാക്കി കഴിഞ്ഞാല് ചുമരുമൊന്നും അഴുതല. അപ്പൊ നോക്കി നിങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തീന്. ഈ മണ്ണിട്ട് കൈ കഴുകുക. അപ്പൊ അങ്ങനെയൊക്കെ സുന്നത്തുള്ളതാ. സുഗന്ധമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന കാലല്ലേ. നിങ്ങൾ സ്പ്രേ വേണ്ട, നല്ല അത്തത് കിട്ടുന്ന കാല അല്ലേ. നല്ല ഊതും ഒക്കെയും ഒരു ചകല ഊതൊക്കെ നമ്മളെ സ്ത്രീകൾക്ക് എത്തിച്ചു കൊടുത്ത് അത്തരം സുന്നത്തുകളിലേക്ക് നമ്മൾ മടങ്ങണം. അതൊക്കെ അവരുടെ ആത്മീയമായിട്ടും അതുപോലെ തന്നെ ഒക്കെ വലിയ ഉപകാരം കിട്ടും. പിന്നെ അവരൊരു മസാലം കിട്ടും. ഞാൻ പിന്നെ പറയാം. ഭർത്താവ് മരിച്ച് ഇദ്ദയിരിക്കുന്ന പെണ്ണിന് സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ് അല്ലേ. ഭർത്താവ് മരിച്ച് മരണത്തിന്റെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണാണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. അപ്പം ഭർത്താവ് മരിച്ച് ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് മെൻസസ് പീരിയഡ് ആയിട്ട് കുളിക്കുമ്പോ ഇങ്ങനെ സുഗന്ധം വെക്കാൻ പറ്റൂലേ? അത് എപ്പോഴെങ്കിലൊക്കെ ആവശ്യമാവും. ഭർത്താക്കന്മാര് മരിച്ച് ഒരു ഇദ്ദയിലിരിക്കുമ്പോ ഇങ്ങനെയൊക്കെയുള്ള കുലിയുടെ സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മള് മറ്റു മസലയിലേക്ക് കടക്കുമ്പോ അത് ചെറിയൊരു ഖിലാഫൊക്കെ അവിടെ കാണാം. ഏതായിരുന്നാലും പൊതുവിൽ സ്ത്രീകൾക്ക് അത് സുന്നത്താണ്. അല്ലാഹു തആല അത്തരം സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിലൊരു സുന്നത്തും കൂടി പറയാം. കുലി കഴിഞ്ഞാല് വളുഇന്റെ ശേഷമുള്ള ദുആ സുന്നത്താ. പക്ഷെ മിക്ക ആൾക്കാരും ചെയ്യുന്നില്ല. വളുഇന്റെ ശേഷം ദുആരിക്കുന്നവരുണ്ട്, പക്ഷെ കുലി കഴിഞ്ഞാൽ ദുആരിക്കുന്നവര് വളരെ കുറവാണ്. അപ്പൊ വളുഇന്റെ മുന്നേ കുലിക്കല് ഒലുണ്ടാക്കൽ സുന്നത്താണ്. ആ വളുഇന് 2 റക്അത്ത് നിസ്കരിക്കണം. അതിനമായിക്കന്നെ കുലി കഴിഞ്ഞാല് സുന്നത്തായ കുലിയോ നിർബന്ധമായ കുലിയോ കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്താണ്. ആ 2 റക്അത്ത് സുന്നത്തും പാട് 2 ഒക്കെ കിട്ടും. ആ കുലി കഴിഞ്ഞേക്ക് എന്ത് ചെയ്യാന്ന് ളുഹർ നിസ്കരിക്കാണ്. ആ ളുഹറിന്റെ മുന്നേ 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കാണ്. 6 റക്അത്ത് ഒരൊറ്റ നിയ്യത്തെച്ച് കിട്ടിപ്പോയി. അവിടെ ഏതൊക്കെ സുന്നത്താ? നിർബന്ധമായ കുലിയാണ് കൂട്ടിക്കോലി. നിർബന്ധമായ കുലി ആ സഹോദരി എന്ത് ചെയ്തു? ഒളുഇന്റെ കുലിയുടെ മുന്നേ ഒളുണ്ടാക്കി. അതൊക്കെ സഹോദരിമാരാ മസാല നല്ല ശ്രദ്ധിക്കണട്ടോ. അതിനൊരു വെറുപ്പൊന്നും വിചാരിക്കാതെ ആണുങ്ങൾ റെഡിക്ക് വീട്ടിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ക്ലാസ് റൂം കേൾക്കുന്നതൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ആദ്യം കുളിച്ചു, ആദ്യം ഒളുണ്ടാക്കി. ഒളുണ്ടാക്കിയിട്ട് കുളിക്കാൻ നിൽക്കുമ്പോ തലസ്ഥാന നഗരി കഴുകുമ്പോ ശ്രദ്ധിക്കണം, ഒളു മുറിയും. അപ്പൊ അവരൊരു ദഖീഖായ മസാല, അവരൊരു ആണ്ടുപൂണ്ട് പിരിച്ചൊരു മസാല ഫുഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം ഒളുണ്ടാക്കി,
ഒലു ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ കുലിക്കുമ്പോ തലസ്ഥാന നഗരി കഴുകുമ്പോ അവിടെ ഒലു മുറിയാതെ ശ്രദ്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒലു മുറിയാതിരിക്കാൻ കൈകൾ നിർബന്ധമായില്ലെങ്കിൽ കുലി സഹിയാവൂല. പക്ഷെ നമ്മൾ അങ്ങനെ കഴുകുമ്പോ ഒലു മുറിയാനും പാടില്ല. അപ്പൊ കഴിയുമ്പോ നമ്മൾ സീലെത്താൻ ചേരും. കാരണം ഈ കുലി ഈ ഉണ്ടാക്കിയ ഒലു ഏതുവരെ നിലനിൽക്കണം? ഉണ്ടാക്കിയ ഒലു എന്തുവാണോ ഏതുവരെ കുലി കയ്യോളം ഈ ഒലു നിലനിൽക്കലും സുന്നത്താണ്. അപ്പൊ അങ്ങനത്തേക്ക് മസാലകളുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഭാര്യമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴാണ് അവരൊപ്പം നമുക്ക് സ്വർഗത്തിലാണ് കടക്കാൻ കൂടുക. അപ്പോൾ എന്ത് വിചാരിക്കണം? നമ്മുടെ ഭാര്യയോടൊപ്പം നമ്മൾ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ അതിന് പറ്റിയൊരു ചരക്കാണോ ഇതെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഞങ്ങളെ സ്വർഗത്തിൽ കാത്തനേന്ന് ദ്വാരന്നിട്ട് മാത്രം പോലെ അതിന് പറ്റിയൊരു ചരക്കാക്കി മാറ്റണം. ഭാര്യമാര് ദ്വാരിക്കുക നിന്റെ ഭർത്താവിനോട് കൂടെ സ്വർഗത്തിൽ കടക്കണേന്ന് ആലോചിക്കുമ്പോ സഹോദരിമാര് ചിന്തിക്കണം അതിന് പറ്റിയൊരു ചരക്കാണോ ഇതിന് അതും ചിന്തിക്കണം. അതാണ് നമ്മളെ ദുആഇന്റെ പ്രത്യേകത. മൊത്തത്തിലൊരു പോയിന്റ് പറയാണ്. അബൂ സിനാൻ ഉസ്താദിനൊന്നും കാണാത്തതുകൊണ്ട് 2 മിനിറ്റ് കൂടി. അല്ലാഹ് നമ്മളിങ്ങനെ ദ്വാരിക്കുക എന്റെ ഭാര്യയോടൊപ്പം എന്നെ സ്വർഗത്തിൽ കടത്തണേ, എന്റെ ഭാര്യയോടൊപ്പം എന്നെ സ്വർഗത്തിൽ കടത്തണേ. ഭാര്യ ദ്വാരിക്കുക എന്റെ ഭർത്താവിനോടൊപ്പം എന്നെ സ്വർഗത്തിൽ കടത്തണേ, എന്റെ ഭർത്താവിനോടൊപ്പം എന്നെ സ്വർഗത്തിൽ കടത്തണേ. അപ്പൊ നമ്മൾ കുറെ ഇങ്ങനെ ദ്വാരിക്കുമ്പോ ഭർത്താവായ ഞാൻ ചിന്തിക്കും ഇതിനോടൊപ്പം സ്വർഗത്തിൽ കടക്കുക അതിന് പറ്റിയ ഒരു ചരക്കാണോ ഇത്? ഈ തലയിൽ മുണ്ടില്ല, മുഖം മറക്കൂല, കണ്ണന പുതിയതിന്റെ ഒപ്പക്കും കല്യാണത്തിന് പോയിട്ട് ലുഹറും കളാക്കി അതിന് പറ്റിയൊരു ചരക്കാണ്. ഈ ചരക്കിനേറ്റൊക്കെ എങ്ങനെ സ്വർഗത്തിക്കാൻ ചെല്ലണ്ട പോയല്ലോ, നമ്മളെ ടിക്കറ്റും പാടെ ക്യാൻസൽ ആവും നമ്മളെ ചിന്തിക്കും. അപ്പൊ നമ്മൾ തുടങ്ങും നിന്റെ ഭാര്യയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കിടക്കണം, അതിന് നിന്റെ ഭാര്യനെ തലയിൽ മുന്തി ധരിപ്പിക്കട്ടെ, മുഖമൂടി ധരിപ്പിക്കട്ടെ, കയ്യൊല ധരിപ്പിക്കട്ടെ, കരക്റ്റ് നിസ്കാരമുള്ളൊരു പെണ്ണാക്കി തീർക്കട്ടെ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ഭാര്യ ഇങ്ങനെ നന്നായി വരും നമ്മളെ ദുആ കാരണം. ഭർത്താവിനെ കൂടെ സ്വർഗത്തിൽ കിടക്കണേന്ന് ഭാര്യ ഇങ്ങനെ ദ്വാരിക്കുക. ഭാര്യ എന്നും സുബൈക്ക് നാത്ത നീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, അവര് സുബൈ നിസ്കരിക്കുക കള ആവാതെ, മറ്റും പോസ്റ്റ് ഓഫീസിലേക്ക് കയ്യും തിരികിച്ച് നിൽക്കുക. 4 ദിവസം ഇങ്ങനെ സുബൈസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരിക്കുക, റബ്ബേ എന്നെ എന്റെ ഭർത്താവിന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേന്ന്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ദ്വാരിക്കുമ്പോ ഈ ചെങ്ങായിനെറ്റ് എങ്ങനെ സ്വർഗത്തിൽ പോവാനാ? ഈ സുബൈയും കളാക്കിയിട്ട് ഈ പോസ്റ്റ് ഓഫീസിലേക്കും കയ്യച്ചിങ്ങാണ്ട് ഉറങ്ങനെ ബനേറ്റ് സ്വർഗത്തിൽ കാരണം എന്റെ ടിക്കറ്റും പാടെ ക്യാൻസൽ ആവുന്നല്ലാതെ. അപ്പൊ ഭാര്യ എന്ത് ചിന്തിക്കും? ഇവൻ എങ്ങനെങ്കിലും ഞാൻ നിസ്കരിപ്പിക്കട്ടെ, അല്ല നിങ്ങളൊന്ന് നിസ്കരിച്ചാൽ ഞമ്മക്ക് രണ്ടാക്കുമ്പാടൊന്ന് സ്വർഗത്തിൽ പോകുന്നത്. നിങ്ങൾ ഈ സുബൈയും കളാക്കിയിട്ട് ഉറങ്ങി എങ്ങനെയായിട്ട് ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകാനൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ലപോലെ കൂടിയിട്ട് എന്ത് ചെയ്യും? ഇവന് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മർഅതു ഇമ്മാ ജന്നത്തുൻ ഔ നാറുൻ. പെണ്ണ് ഒന്നിരിക്ക സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. ചിലപ്പം പെണ്ണ് കാരണം ഭർത്താവ് സ്വർഗത്തിന്റെ അവകാശിയാവും, അല്ലെങ്കിൽ പെണ്ണ് കാരണം ഭർത്താവ് നരകത്തിന്റെ അവകാശിയാവും. പെണ്ണ് കാരണം സ്വർഗത്തിന്റെ അവകാശിയാവുന്ന പെണ്ണുങ്ങളെ അല്ലാഹു തആല നമ്മളെ ഉള്ളവരങ്ങനെ ആക്കി തീർക്കുമാറാവട്ടെ. ഇനി കെട്ടാൻ പോകുന്നവർക്ക് അങ്ങനത്തെ അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ പറയുന്നത്, ഒളുഇന്റെ മുമ്പ് കുലിയുടെ മുന്നേ ഒളുണ്ടാക്കണം. ആ ഒളു നിലനിർത്തിപ്പോയാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ സഹോദരിമാർ ആ മസാല പഠിക്കണം. ഞങ്ങളോട് വെറുപ്പുണ്ടായിട്ടോ തമാശക്കോ പറയുന്നതല്ല. ചില സഹോദരിമാർക്കൊരു പ്രകൃതി ഉണ്ട്, ആ പ്രകൃതിക്ക് അവസാനിപ്പിച്ചാൽ എത്ര വലിയ പ്രതിഫലാണ് നമുക്ക് കിട്ടാന്നറിയാം. എന്താ പ്രകൃതി? ചില സഹോദരിമാർക്ക് തലേക്ക് വെള്ളം ഒഴിച്ചാൽ അതിൽ കൂടെ വെള്ളം പോകുന്ന പെണ്ണുങ്ങളുണ്ട്. എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. അതായത് പെണ്ണുങ്ങളൊരു പ്രകൃതിയാ. ഒരു തലയിൽ വെള്ളം ഒഴിച്ചാൽ ഓൾക്കൊന്നും മൂത്രമൊഴിക്കേണ്ടി വരും. അതിങ്ങനെ അവസാനിപ്പിക്കണം. അത് നമുക്ക് ഈ സുന്നത്തെ നഷ്ടപ്പെടും. ഈ കുലിയുടെ മുന്നേ ഒളുണ്ടാക്കുക, ആ ഒളു കുലി കഴിയുന്നത് വരെ നിലനിർത്തുക എന്നൊരു മഹത്തായ സുന്നത്തി സ്വഭാവം കൊണ്ട് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ കുലിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഒളുണ്ടാക്കി നമ്മൾ കുലിക്കാൻ നിൽക്കുക. അള്ളാഹു അത്തരം സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ചിലപ്പം മദ്രസയുടെ ഉമ്മരം കാണാതെ ഈ ക്ലാസ് റൂമിൽ എത്തിച്ചേർന്ന പല സഹോദരിമാരുണ്ട്. എന്തെങ്കിലും ഒരു നല്ല കാര്യം കേൾക്കുമ്പോൾ ചെയ്യണമെന്ന് താല്പര്യമുള്ളവര്, അത്തരം സഹോദരിമാർക്ക് ആ വിഷയം തിരിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻഷാ അള്ളാഹ്
നമുക്ക് ഇങ്ങനെ അറിയിച്ചാൽ നമുക്ക് അതിനൊക്കെ കുറിച്ച് നല്ല ക്ലാസ് എടുക്കാം. അള്ളാഹു എല്ലാ സുന്നത്തും പരമാവധി നിലനിർത്താനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും നോക്കിങ്ങള്, അപ്പൊ നമ്മൾ ഒളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത്, കുലിയുടെ ശേഷമുള്ള 2 റക്അത്ത്, ഇനി ആ കുലി കഴിഞ്ഞൊക്കെ എന്ത് ചെയ്യാണ്? ളുഹർ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ആ ളുഹറിന്റെ മുന്നേ 2 റക്അത്ത് ഉണ്ടല്ലേ? 2 ചുരുങ്ങിയത് 2, 4 ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്. ഇവളിപ്പോ മൊത്തം എത്ര റക്അത്ത് സുന്നത്തായി? 6 റക്അത്ത് സുന്നത്തായി. 6 റക്അത്ത് സുന്നത്തുണ്ട്. ആരെ കൊണ്ടാ ഈ 6 റക്അത്ത് നിസ്കരിക്കാനാവില്ല? ആരെ കൊണ്ടാവുക? ഒരാളെ കൊണ്ടും ആവൂല. അപ്പൊ നമ്മളെ കൊണ്ടൊന്നും ആവൂല. ആദ്യം ഒളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, പിന്നെ കുലിയുടെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, പിന്നെ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. ഒരൊറ്റ പരിപാടി തൽക്കാലം എന്ത് ചെയ്യാ? ളുഹറിന്റെ മുമ്പുള്ളതായ 2 റക്അത്തും കുലിയുടെ ശേഷമുള്ളതായ 2 റക്അത്തും ഒളൂഇന്റെ ശേഷമുള്ളതായ 2 റക്അത്തും കൂടി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഒറ്റ നിയ്യത്തുള്ളൂ. 6 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. വളരെ സിമ്പിളാ. ഞാൻ ഇത് സാധാരണക്കാർക്ക് വേണ്ടി പറയാം, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. മസല മനസ്സിലാക്കി വെച്ചോലൊക്കെ ഉണ്ടാവും. ചിലപ്പം തീരെ മദ്രസകളിലേക്കൊന്നും പോവാതെ ഭർത്താവിന്റെ ഒപ്പം ഗൾഫിലെത്തി നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് ഖൈറ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന പല സഹോദരിമാരും അല്ലാഹു തആല അവർക്ക് ബറക്കത്ത് നൽകുമാറാവട്ടെ. എന്റെ സഹോദരിമാർ, അതുകൊണ്ട് നമ്മുടെ നിയ്യത്തിന്റെ ഞാനിപ്പോൾ ഒരു ഉദാഹരണേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നിയ്യത്തിന്റെ മസ്അല പഠിക്കൽ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സമയം നിശ്ചയിക്കപ്പെടാത്ത പ്രത്യേക കാരണം ഇല്ലാത്ത സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അവിടെ എന്തേ നിർബന്ധമുള്ളൂ? നിസ്കരിക്കുന്നു മാത്രം കരുതിയാൽ മതി. ഇനി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ഈ കാരണം മുതയ നിസ്കാരമായിരിക്കലോടുകൂടെ മുത്തലക്കൻ സുന്നത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് 10 നിസ്കാരം. ഒന്നും കൂടി ആവർത്തിച്ച് ഞാൻ പറയുന്നു, മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? സമയം നിശ്ചയിക്കപ്പെടാത്ത കാരണം ഇല്ലാത്തതായ നിസ്കാരത്തിനാണ് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ കാരണം മുതയ നിസ്കാരം ആവലോടുകൂടെ 10 നിസ്കാരത്തെ മുത്തലക്കൽ സുന്നത്ത് നിസ്കാരത്തിന്റെ വിധിയാണുള്ളത്. ഏതൊക്കെ അത്? ഒന്ന് തഹിയ്യത്ത്, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹിയ്യത്ത് നിസ്കാരം. അപ്പൊ നിങ്ങൾ കേട്ടോളി, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹിയ്യത്ത് വാസ്തവത്തിൽ അത് സുന്നത്താവാല കാരണം എന്താ? ആ പള്ളിയിൽ പ്രവേശിക്കാനുള്ളതാ. അപ്പൊ ആ നിസ്കാരത്തിൽ എന്ത്? അത് മുത്തലക്കൽ സുന്നത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ നമ്മൾ പള്ളിയിൽ കയറിയിട്ട് തഹിയ്യത്താണ് നിസ്കരിക്കുന്നത്. എന്നാലും എന്ത് കരുതിയാ മതി? ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാ മതി. എന്ത് വേണ്ട? തഹിയ്യത്തന്നെ സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിക്കോളണം എന്നില്ല. കരുതിനോണ്ട് കുഴപ്പമെന്തല്ല. അപ്പൊ അത് തഹിയ്യത്ത് നിസ്കാരം മുത്തലക്കൻ സുന്നത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. ഇനി അതേമായി തന്നെ ഒളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്. ഒളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത്. അപ്പൊ ഒളു ഉണ്ടാക്കിയിട്ട് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കാണ്. ഒളൂഇന്റെ സുന്നത്താണ് നിസ്കരിക്കുന്നത്. എന്നാലും നിയ്യത്ത് എന്ത് വരി? ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു. അതേമായി തന്നെ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഖൈറിനെ തേടിയുള്ള നിസ്കാരം, അതിനാണ് ഇസ്തിഖാറത്ത്. ഇഹ്റാമിന്റെ 2 റക്അത്ത്, ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്. അതേമായി തന്നെ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത്. അതേപോലെ സവാലിന്റെ നേരത്തെ ഒരു പ്രത്യേകമായ സുന്നത്ത് നിസ്കാരം ഉണ്ട്. അതേമായി തന്നെ യാത്രയിൽ നിന്ന് വന്നാൽ 2 റക്അത്ത്. എത്ര ആൾ നിസ്കരിച്ചിട്ടുണ്ട്? യാത്ര പോകുമ്പോ നിസ്കരിക്കുന്ന പലവരുണ്ട്. നമ്മൾ യാത്ര കഴിഞ്ഞ് ഗൾഫിൽ നിന്നിങ്ങോട്ട് വന്ന് ഒന്നിരിക്കെ അടുത്ത് പല്ലുണ്ടെങ്കിൽ പല്ലിക്ക കേറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരിക. മുണ്ടാതെ പെരുക്കൊരു മൊയ്യല പേരേക്ക് എത്തിയാൽ മതി, പെണ്ണുങ്ങളെ കണ്ടാൽ മതി. തന്നെ പെങ്ങൾ പൈൻ്റെ ഇല്ല, നമ്മളാരും നിസ്കരിക്കണില്ല. യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോഴേ 2 റക്അത്ത് സുന്നത്തുണ്ട്. അതേമായി തന്നെ യാത്രക്ക് പുറപ്പെടുമ്പോ അത് നമ്മൾ പലരും നിസ്കരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. യാത്ര കഴിഞ്ഞിട്ട് യാത്രക്ക് ഗൾഫിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഹജ്ജിന് പോകുമ്പോ
പോകുമ്പോ 2 റക്അത്തല്ല അത് എത്രന്നായി. സലാത്തുൽ ഗഫലത്തി, സലാത്തുൽ ഗഫലത്ത്, സലാത്തുൽ അവ്വാബീൻ. ഒരു അഭിപ്രായത്തോ ഈ റംലി ഇമാമിനെ പോലത്തെ ഒരു അഭിപ്രായ പ്രകാരം സലാത്തുൽ അവ്വാബീൻ മുത്തലക്കം സുന്നത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. പക്ഷെ അവരൊന്ന് വിശദീകരിക്കണം. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം സലാത്തുൽ അവ്വാബീൻ വേറെ തന്നെ നിസ്കരിക്കണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റുകളും കഴിഞ്ഞിട്ട് സലാത്തുൽ അവ്വാബീൻ എന്ന സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ സലാത്തുൽ അവ്വാബീൻ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ഏറ്റവും നല്ലത് സലാത്തുൽ അവ്വാബീൻ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് വേറെ നിയ്യത്ത് വെച്ച് നിസ്കരിക്കണം. ഇതാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം. ഒരു മിനിറ്റ് പോലെ ഞാൻ മൈക്ക വരുന്നില്ല, ഒരു ചെറിയ കാര്യം. കേട്ടല്ലേ, ഞാൻ വീട്ടിലെപ്പോഴാണ് വിവരം കൊടുത്തത്. അപ്പൊ നോക്കിങ്ങള് അത് നല്ല ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ഞാനത് വിശദീകരിക്കാം. കാരണം സലാത്തുൽ അവ്വാബീൻ ഇന്ന് പലവർക്കും നഷ്ടപ്പെടുന്നുണ്ട്. അംഗീകരിക്കാവുന്ന അഭിപ്രായ പ്രകാരം സലാത്തുൽ അവ്വാബീൻ ദിവസേന നമുക്ക് തിരിച്ചു പിടിക്കാം. മനസ്സിലായോ? ശബ്ദം കേൾക്കണ്ട ബാബുൽക്കാരെ ഞാൻ അത് നമുക്ക് നാളെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒരു എസ് പിടി. സലാത്തുൽ അവ്വാബീൻ പലവരും നിസ്കരിക്കുന്നില്ല, ഇല്ലേ? ഈ കെ ചുമതനി അതൊക്കെ ഒരുപാട് ആളുകൾ പലവരും നിസ്കരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അംഗീകരിക്കാവുന്ന അഭിപ്രായ പ്രകാരം നിയ്യത്തിന്റെ മസ്അല രതിക്ക് മനസ്സിലാക്കിയാൽ അത്തരം നിസ്കാരങ്ങളൊക്കെ ദിവസേന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. വാങ്കു കൊടുത്തു. അപ്പൊ അത് നാളെ മുത്തലക്കം സുന്നത്ത് നിസ്കാരം. ആ മുത്തലക്കം സുന്നത്ത് നിസ്കാരത്തോടൊപ്പം ഏതൊക്കെ നിസ്കാരങ്ങളെ ചേർത്ത് നിസ്കരിക്കാൻ പോലത്തെ നല്ലൊരു വിഷയം കൂടി പറഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് അവസാനിക്കും. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് എന്താവാം, നമ്മുടെ ഖിയാം എന്ന ഫർള് വിശാലമായ ഒരു ചർച്ചയിലേക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാങ്ങു കൊടുത്തു. ഞാൻ ഏതായാലും തൽക്കാലം മൈക്കൗതുന്നു.